بسم الله الرحمن الرحيم والذين اجتنبوا الطاغوت أن يعبدوها وأنابوا إلى الله لهم البشرى فبشر عبادي الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب. ദുർമൂർത്തിയെ ആരാധിക്കുന്നത് വർജിക്കുകയും അല്ലാഹുവിലേക്ക് വിനയത്തോടെ മടങ്ങുകയും ചെയ്തവരാരോ അവർക്കാണ് സന്തോഷവാർത്ത. അതിനാൽ എന്റെ ദാസന്മാർക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക. അതായത് വാക്ക് ശ്രദ്ധിച്ചു കേൾക്കുകയും അതിൽ ഏറ്റവും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്നവർക്ക്. അക്കൂട്ടർക്കാകുന്നു അല്ലാഹു മാർഗദർശനം നൽകിയിട്ടുള്ളത്. അവർ തന്നെയാകുന്നു ബുദ്ധിമാന്മാർ. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن أحسن الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل وسلم وبارك وأنعم على عبدك ورسولك محمد صلى الله عليه وعلى آله وصحبه أجمعين والتابعين لهم بإحسان إلى يوم الدين. أعوذ بالله من الشيطان الرجيم. والله أخرجكم من بطون أمهاتكم لا تعلمون شيئا فجعل لكم السمع والأبصار والأفئدة لعلكم تشكرون. മാന്യ സഹോദരന്മാരെ, സഹോദരികളെ, സദസ്യരെ, അതിഥികളെ, ശ്രോതാക്കളെ, സർവശക്തനായ രാജാതിരാജനായ അർശന്റെ ഉടമയായ നമ്മുടെ നാഥനെ നാം ഓരോരുത്തരും ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെട്ട് അവൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൽ പകർത്തി അവൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി ദാസികളായി ജീവിക്കാൻ സദാ പാടുപെട്ടുകൊണ്ടേയിരിക്കുക. അതിന് അല്ലാഹു നമുക്ക് ഇവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഉപദേശങ്ങളിൽ നിന്ന് കേൾക്കുന്ന ഭാഗങ്ങളെ, ജീവിതത്തിൽ പകർത്തേണ്ട ഭാഗങ്ങളെ ഓരോരുത്തരും പകർത്താൻ ശ്രദ്ധ ചെലുത്തുക. അതിനും റബ്ബ് നമ്മെ സഹായിക്കട്ടെ. പ്രത്യേകിച്ച് പുണ്യഭൂമിയിൽ മക്കയിലോ മദീനയിലോ താമസിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങൾ ഉൾക്കൊള്ളുന്നതായ നാടാണ്. അള്ളാഹു ബഹുമാനിച്ച് ആദരിച്ച ഹറമാണ് എന്നതോർത്തുകൊണ്ട് ആ നാട്ടിൻ്റെ പവിത്രതയെ സംരക്ഷിച്ച് കാത്തു സൂക്ഷിച്ച് ജീവിക്കുവാനും ഓരോരുത്തരും പരിശ്രമിക്കുക. അതിനും റബ്ബ് നമ്മെ അനുഗ്രഹിക്കട്ടെ. സഹോദര സഹോദരിമാരെ, ഞങ്ങൾ പതിവനുസരിച്ച് ഓരോ ബുധനാഴ്ച ഫാമിലി ക്ലാസ്സിൽ വ്യത്യസ്ത വിഷയങ്ങളിൽ നിന്ന് പതിവ് പോലെ ഒരു ആഴ്ച ഇബാദത്താണെങ്കിൽ, അഖീദയാണെങ്കിൽ, മറ്റൊരു ആഴ്ച കർമ്മശാസ്ത്രപരമായ കാര്യങ്ങളും, തൊട്ട് വരുന്ന ആഴ്ച മുആമലാത്തും, പിന്നെ വരുന്ന ആഴ്ച അഖ്ലാഖും ആണ് അല്പവർഷങ്ങളായി ചർച്ച ചെയ്യാറുള്ളതായ ശൈലി. അതേ രൂപത്തിൽ തന്നെ ഞാൻ തുടരും. അതോടനുബന്ധിച്ച് സന്ദർശകരായ നിങ്ങളെ പരിഗണിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഉംറയും വിശുദ്ധ മസ്ജിദുൻ നബവി സന്ദർശനവും ലക്ഷ്യം വെച്ചുകൊണ്ട് വന്നവരായതുകൊണ്ട് അവരെ ബാധിക്കുന്ന കാര്യങ്ങളെ ഇടയ്ക്ക് ഞാൻ ഉണർത്തുകയും ചെയ്യും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സഹോദരിമാരെ, റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു വിശുദ്ധ ഫുർഖാനുൽ അദീമിൽ സമാഇ എന്ന ഒരു സബ്ജക്റ്റ് ചർച്ച ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കാം. നിങ്ങളും കണ്ടിരിക്കാം.
അത് ഏകദേശം 91 തവണ റബ്ബ് മടക്കി പറയുന്നതായും നമ്മുടെ മുമ്പിൽ വിട്ടുകിടക്കുന്നതായും കാണാം. ആ സമാഇ അല്ലെങ്കിൽ സമീഇ എന്ന വിഷയം നാം അതിൻ്റെ അകത്ത് ഉൾക്കൊള്ളുന്നതായ നാം പഠിക്കേണ്ട ഭാഗങ്ങൾ ചർച്ചക്കെടുക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു ക്ലാസ്സിലൂടെ നമുക്ക് പരിപൂർണമാക്കാൻ സാധിക്കുകയില്ല. അത്രയും വിശാലമായ പഠനാർഹമായ കാര്യങ്ങളാണ് അതിൽ ഉൾക്കൊള്ളുന്നത്. എങ്കിലും നമ്മുടെ ടൈമിൻ്റെ പരിമിതി മനസ്സിലാക്കി വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്ക് നമുക്ക് നീങ്ങാം. അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ അസ്മാഉൽ ഹുസ്നയിൽ പെട്ടതാണല്ലോ അസ്സമീഇ എന്നത്. എല്ലാവർക്കും പരിചയമുള്ളതാണ്, കേട്ട് പരിചയമുള്ള വിഷയമാണ്. സമീഇ എന്നാൽ അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽ പെട്ടതാണ്. പക്ഷേ റബ്ബുൽ ഇസ്സത്ത് സമീ ആവുക എന്നതും നമുക്ക് സമഉണ്ട് എന്നതും വളരെ കടലും കടലാടിയുമായുള്ള വ്യത്യാസമുണ്ട്. ഒരുപോലെയില്ല, തുല്യതയില്ല. എന്തുകൊണ്ട്? റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുവിനെ കുറിച്ച് നാം മനസ്സിലാക്കി വന്നിട്ടുള്ളത് ലൈസ കമിത്ലിഹി ഷൈ, അവനെപ്പോലോത്തതൊന്നും തന്നെയില്ല. അവനെപ്പോലോത്തത് എപ്പോഴുമില്ല, എവിടെയുമില്ല, ആരുമില്ല, എങ്ങനെയും ഉണ്ടാവാൻ പാടില്ല, ഉണ്ടായിട്ടുമില്ല, ഉണ്ടാകുന്നതുമല്ല. ലൈസ കമിത്ലിഹി ഷൈ. അതോടനുബന്ധിച്ചു ഹുവസ് സമീഉൽ ബസീർ, അവൻ സമീആണ്, ബസീറാണ്. അവൻ കാണുന്നു, കേൾക്കുന്നു. അപ്പോൾ കാണുക കേൾക്കുക എന്നതിൽ തുല്യതയില്ല എന്നത് മുമ്പ് പറഞ്ഞ വാക്കിൽ നിന്നിട്ട് മനസ്സിലാക്കാം. ലൈസ കമിത്ലിഹി ഷൈ, അവന്റെ കാഴ്ച നമ്മുടെ കാഴ്ച പോലെയല്ല, അവന്റെ കേൾവി നമ്മുടെ കേൾവി പോലെയല്ല. തുടക്കത്തിൽ ഈ വിഷയം അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയെ ബാധിക്കുന്നതായതുകൊണ്ട് ഉണർത്തുന്നു. അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന്റെ അസ്മാ, അതുപോലെ സിഫാത്തുകൾ, അള്ളാഹുവിന്റെ ദാത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഭാഗങ്ങൾ, അവകളെല്ലാം ഏത് രൂപത്തിലാണ് ഖുർആനിൽ വന്നിട്ടുള്ളത്, ഏത് രൂപത്തിലാണ് സ്ഥിരീകരിക്കപ്പെട്ട ഹദീസിൽ വന്നിട്ടുള്ളത്, അതുപോലെ നമ്മുടെ ബുദ്ധിക്ക് യോജിക്കട്ടെ യോജിക്കാതിരിക്കട്ടെ, അങ്ങനെ തന്നെ അതിന് തഅ്വീൽ ചെയ്യാതെ, അതിന് ചേഞ്ച് ചെയ്യാതെ, അതിന് പരിവർത്തനം വരുത്താതെ അതേ രൂപത്തിൽ മനസ്സിലാക്കുക എന്നല്ലാതെ അത് എങ്ങനെയെങ്കിലും എൻ്റെ ബുദ്ധിക്ക് യോജിച്ച് കിട്ടണം അല്ലെങ്കിൽ തള്ളാമെന്ന തത്വം പാടുള്ളതല്ല. എങ്ങനെയെങ്കിലും എൻ്റെ ബുദ്ധിക്ക് യോജിച്ച് കിട്ടണം എന്ന് നിർബന്ധം പുലർത്തലും ശരിയല്ല. അതുപോലെ അതേ രൂപത്തിൽ തന്നെ വിശ്വസിക്കൽ ഒറിജിനൽ അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ ആശയാദർശത്തിൽപ്പെട്ടതാണ്. അതാണ് നമ്മുടെ ഇമാമുകൾ നമുക്ക് പഠിപ്പിച്ചു പോയതായ ശൈലി. അത് മുൻകൂട്ടി തന്നെ അറിഞ്ഞിരിക്കണം. നിങ്ങൾ സന്ദർശിച്ചതായ മസ്ജിദുൻ നബവിയിൽ പണ്ട് ക്ലാസ് എടുത്തതായ ഇമാം മാലിക് ബിൻ അനസ് അസ്ബഹി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പദം അതിന് തെളിവാണ്. അദ്ദേഹത്തിന്റെ ഉസ്താദിലും അത് നാം കേട്ടിട്ടുണ്ട്. റബീഅത്തുർ റഈ എന്ന വ്യക്തിയിലും നാം അതേ പദം കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സദസ്സിലേക്ക് കടന്നു വന്നു. നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. പുതുമുഖങ്ങൾക്ക് അറിയാൻ വേണ്ടി മദീനക്കാരനാണ് മഹാനായ ഇമാം മാലിക് ബിൻ അനസ് അസ്ബഹി. അദ്ദേഹത്തിന്റെ നാടാകുന്ന മദീനയിൽ അദ്ദേഹം ഖാദിയാണ്, ഖതീബാണ്, മുദർരിസാണ്. അദ്ദേഹം ഇവിടുത്തെ എല്ലാമാണ്, ഇവിടുത്തെ മുഫ്തിയാണ്. ലാ യുഫ്താ മാലിക്കും ഫിൽ മദീന എന്ന് പഴമൊഴി അന്നത്തെ കാലഘട്ടത്തിൽ പ്രശസ്തി ആർജിച്ച പഴമൊഴിയായിരുന്നു. മാലിക് മദീനയിൽ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തോളം ആർക്കും ഫത്വ നൽകാൻ അധികാരമില്ല. അത്രയും അഗ്രഗണ്യനായിരുന്നു ഇമാം മാലിക്. അദ്ദേഹത്തിന്റെ സ്ഥാനപ്പേരാണ് ഇമാമു ദാറുൽ ഹിജ്റ, മദീനത്തെ ഇമാം. ദാറുൽ ഹിജ്റ ഏത് നാടാണ്? മദീനയാണ്. ദാറുൽ ഹിജ്റയുടെ ഇമാമി എന്ന് അദ്ദേഹം മറഞ്ഞു കിടക്കുന്നത് ഇതേ ബഖീൽ. നിങ്ങൾ കണ്ടതായ 10,000-ഓളം സഹാബാക്കളോടൊപ്പം ബഖീൽ അദ്ദേഹം ഖബറടക്കപ്പെട്ടിട്ടുണ്ട് എന്നതുകൂടി അറിഞ്ഞിരിക്കൽ നല്ലതാണ്. അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് ധാരാളം ഹജ്ജിന് വേണ്ടി ജനങ്ങൾ വരുന്നത് പോലെ ലോകത്തിന്റെ നാനാതുറകളിൽ നിന്നിട്ടും ജനങ്ങൾ കൂട്ടം കൂട്ടമായിട്ട് എൽമ പഠിക്കാൻ വേണ്ടി വരാറുണ്ടായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ എൽമിന്റെ പുരോഗതിയും എൽമ വ്യാപകമാകുന്നത് കണ്ടിട്ടും ജനങ്ങളൊക്കെ പറയാറുണ്ടായിരുന്നു അഹ്ലുൽ മദീന ഹുജ്ജത്താണ് എന്ന്. അഥവാ അവർ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിലും അതിന് തൊട്ട കാലഘട്ടങ്ങളിലുമെല്ലാം മദീനക്കാർ പറയുന്നതാണ് ദീനി എന്ന ആ രൂപത്തിലേക്ക് എത്തിപ്പോയിരുന്നു. വിജ്ഞാന പുരോഗതിയിൽ അന്ന് മദീന, അതുപോലെ മദീനയിൽ അന്ന് ജീവിച്ചിരുന്ന ഇമാമുകൾ, അവരിൽ പെട്ടവരാണ് ഇമാം മാലിക് ഇബ്നു അനസ് അസ്ബഹി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന്റെ സദസ്സിലേക്ക് ഒരാൾ കടന്നു വന്നു, ചോദിച്ചു, എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ മീതെ സിംഹാസനസ്ഥനാണ് എന്ന വാക്കിന്റെ അർത്ഥം? അല്ലാഹു അർശിന്റെ മീതെ മുസ്തവിയാണ് എന്ന വാക്കിന്റെ അർത്ഥം. ഇത് പഠിക്കൽ അനിവാര്യമാണ്. നിങ്ങൾ വളരെ ദൂരെ നിന്ന് എൽമ പഠിക്കണമെന്ന ലക്ഷ്യം കൂടി നിങ്ങളുടെ ഉംറ യാത്രയുടെ
അല്ലെങ്കിൽ മദീന മസ്ജിദ് നബവി സന്ദർശനത്തിന്റെ കൂടെ ഉണ്ടല്ലോ. അതുകൊണ്ട് അതുകൂടി പഠിക്കണം. പഠിച്ചവരാണെങ്കിൽ പഠിപ്പിനെ പുതുക്കണം. ഈ പറയുന്ന പദം വളരെ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കേണ്ടതാണ്. കാരണം 4 മദ്ഹബിന്റെ ഇമാമുകളുടെ ഗ്രന്ഥങ്ങളോ ഗ്രന്ഥം രചിച്ചവരാണെങ്കിൽ അവരുടെ പ്രവചനങ്ങളോ നമുക്ക് പരിശോധിച്ചാൽ കാണാവുന്നതാണ്. സലഫ് സാലിഹ്യങ്ങളുടെ ശൈലി തന്നെ അവർ അള്ളാഹുവിന്റെ അസ്മാകളെ കുറിച്ചും അള്ളാഹുവിന്റെ സിഫാത്തുകളെ കുറിച്ചും പറയുന്നതായിട്ട്. അപ്പോൾ ഇമാം മാലിക് ഇബ്നു അനസ് അൽ-അസ്ബഹിയോട് ചോദിക്കപ്പെട്ടോ എന്താണ് ഇസ്തിവ എന്ന്. അപ്പോൾ മറുപടി നൽകി മഹാനായ ഇമാം മാലിക്, അൽ ഇസ്തിവാഉ മഅലൂം. എന്താണ് ഇസ്തിവ എന്നാൽ അറബി ഭാഷയുടെ പദാർത്ഥത്തിലൂടെ മഅലൂം, എല്ലാവർക്കും അറിയാം. ഇസ്തിവ എന്ന് പറഞ്ഞാൽ കയറിയിരുന്നു അല്ലെങ്കിൽ സിംഹാസനസ്ഥനായി എന്നീ പദപ്രയോഗം കേൾക്കുമ്പോൾ തന്നെ അതിന്റെ അർത്ഥം അറബി പദമായതുകൊണ്ട് എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ അത് എങ്ങനെയാണ് അല്ലാഹ് സിംഹാസനസ്ഥൻ, അല്ലാഹ് എങ്ങനെ അവന്റെ അർശിന്റെ മീതെ ഇരിക്കുന്നു എന്നത് നമുക്കറിയുകയില്ല. അല്ലെങ്കിൽ അതിന്റെ ശൈലി രൂപം നമുക്കറിയുകയില്ല. അങ്ങനെ അല്ലാഹ് അർശിന്റെ മീതിയാണെന്ന് വിശ്വസിക്കൽ വാജിബാണ്. ബുദ്ധിക്ക് യോജിച്ചില്ലല്ലോ, അതുകൊണ്ട് അത് അങ്ങനെ പറയാൻ പറ്റൂല, അത് നാം വേറെ ശൈലിയിൽ അർത്ഥം വെക്കണം എന്ന് സി.എൻ. അഹമ്മദ് പറഞ്ഞതുപോലെ കേരളത്തിൽ അങ്ങനെ ഒരുത്തം പറഞ്ഞു, അങ്ങനെ എഴുതിപ്പോയി. അങ്ങനെ പറഞ്ഞു പോകുന്നവർ ഇപ്പോഴും ബുദ്ധിപൂജകന്മാർ വേറെയും ശേഷിക്കുന്നുണ്ട്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അവരുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ഭാഗമാണ്, യാഥാർത്ഥ്യങ്ങളാണ്. അത് ശ്രദ്ധിക്കണം. നാം സലഫ് സാലിഹീങ്ങളുടെ പിന്തുടർച്ച കൈക്കൊള്ളുമ്പോൾ ആ മൻഹജ് സലഫ് എന്താണെന്ന് പഠിച്ചിരിക്കണം, പഠിച്ച് കൈക്കൊള്ളണം. അപ്പോൾ അങ്ങനെ പഠിക്കാൻ തീരുമാനിച്ചാൽ ഇമാം മാലിക്കിന്റെ റിസാലയിൽ, ഇമാം ഷാഫിയുടെ റിസാലയിൽ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അല്ലാഹുവിന്റെ സിഫാത്തുകൾ അവരെങ്ങനെ പറഞ്ഞു അതുപോലെ എന്ന ശൈലി പറയുന്നതായിട്ട് കാണാം. എങ്ങനെ അല്ലാഹ് പറഞ്ഞു അങ്ങനെ എന്നല്ലാതെ നമുക്കതിലെന്തില്ല. ബുദ്ധിക്ക് യോജിക്കട്ടെ യോജിക്കാതിരിക്കട്ടെ, ബുദ്ധി കൈകടത്താനുള്ള അധികാരമില്ല എന്ന അർത്ഥത്തിലേക്ക്. വൽ കൈഫു മജ്ഹൂൽ, അപ്രകാരം തന്നെ വൽ ഈമാനു ബിഹി വാജിബ്, അങ്ങനെ തന്നെ വിശ്വസിക്കൽ നിർബന്ധമാണ്. പിന്നെയോ വസ്സുആലു അൻഹു ബിദ്അ. ഇത് ശ്രദ്ധിക്കണം കേട്ടോ. അള്ളാഹുവിന്റെ സിഫാത്തുകൾ, അസ്മാകൾ, ദാത്ത്, ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ആവശ്യമില്ലാത്ത വേസ്റ്റായ ചർച്ച ചെയ്യാൻ നിൽക്കരുത്. വസ്സുആലു അൻഹു ബിദ്അ, അതിനെ തൊട്ട് നീ ചോദിച്ച ചോദ്യം അത് ബിദ്അത്താണ്. അങ്ങനെ ചോദിക്കാൻ പാടില്ല. അല്ലാഹ് എങ്ങനെ ഇരിക്കുന്നു, അല്ലാഹ് എങ്ങനെ ഇറങ്ങുന്നു, അല്ലാഹ് എങ്ങനെ കയറുന്നു, അല്ലാഹുവിന്റെ കൈ എങ്ങനെ, അല്ലാഹുവിന്റെ കാലെങ്ങനെ, അല്ലാഹുവിന്റെ കണ്ണെങ്ങനെ, അല്ലാഹ് എങ്ങനെ ചിരിക്കുന്നു ചോദിക്കാൻ നമുക്ക് പാടുള്ളതല്ല. കാരണം നമ്മുടെ ബുദ്ധി എന്ന് പറഞ്ഞാൽ ഈ മറ്റേ മീനെ പോലെയാണ്. മീൻ വെള്ളത്തിലേ ജീവിക്കുള്ളൂ, വെള്ളത്തിൽ നിന്ന് പുറത്തിറങ്ങിയാൽ മരിച്ചു എന്നതുപോലെ ഒരു പ്രത്യേക അന്തരീക്ഷത്തിൽ, പ്രത്യേക ചുറ്റുപാടിൽ, പ്രത്യേക നമുക്കറിയാവുന്നതുപോലെ ജൗവിൽ ജീവിക്കാൻ വേണ്ടിയുള്ള ബുദ്ധിയാണ് നമുക്ക് അല്ലാഹ് തന്നിട്ടുള്ളത്. നമുക്ക് ബുദ്ധി ഒഴിവാക്കി ജീവിക്കുന്ന കാര്യം ശ്രദ്ധിച്ചാൽ തന്നെ നാം ഇവിടുന്ന് കുറച്ച് മീതെ കയറിയാൽ ഓക്സിജൻ ഇല്ലെങ്കിൽ നമുക്ക് മരിച്ചു പോയില്ലേ, ജീവിക്കാൻ പറ്റൂല. മനസ്സിലായില്ലേ? നമ്മുടെ കടൽ ഇതാണ്, നമ്മുടെ കടൽ ഭൂമിയാണ്. ഈ കടലിൽ നാം പുറത്തു പോയാൽ നാം മരിച്ചു, മത്സ്യത്തെ പോലെ തന്നെ. അതുകൊണ്ട് അത്ര ആ ചുറ്റുപാടിൽ ജീവിക്കാനുള്ളതായ ബുദ്ധിയെ നമുക്ക് അല്ലാഹ് തന്നിട്ടുള്ളൂ. അതുകൊണ്ട് സ്വർഗം എന്താണെന്ന് ചിന്തിച്ചാൽ ബുദ്ധി അവിടേക്ക് എത്തൂല, നരകം എന്താണെന്ന് ചിന്തിച്ചാൽ ബുദ്ധി അവിടേക്ക് എത്തൂല. പിന്നെയല്ലേ അള്ളാഹിന്റെ ദാത്തിലേക്ക് എത്താൻ നമ്മുടെ ബുദ്ധി. അതുകൊണ്ട് ആരും എന്റെ ബുദ്ധി ഞാൻ എന്ന തത്വം പാടില്ല. നിനക്ക് അത്രേ ബുദ്ധിയുള്ളൂ മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ട് നാം പറയാറുണ്ട് അല്പചിന്തകന്മാർ. ഇത് അല്പചിന്തകന്മാർ എന്ന പദം നാം പറയാറുണ്ടല്ലോ. വിജ്ഞാനത്തിൽ നിന്നിട്ട് വളരെ 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 ചുരുക്കം മാത്രമേ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ളൂ. തീർന്നല്ലേ? അപ്പോൾ ആ പരിമിതി മനസ്സിലാക്കി നമ്മുടെ സ്റ്റാൻഡേർഡിനെ നാം കണ്ടാൽ മതി, നമ്മുടെ പദവിയെ നാം കണ്ടാൽ മതി. പിന്നെ ഇമാം മാലിക് വേറൊരു പാഠം പഠിപ്പിക്കുന്നു. എന്ത്? തെറി ചോദ്യം, അതുപോലെ തന്നെ പെടുത്താനുള്ള ചോദ്യം, ചോദിക്കപ്പെടുന്ന ആളെ പെടുത്താനുള്ള ചോദ്യം, അല്ലെങ്കിൽ കുടുക്കാനുള്ള ചോദ്യം, അല്ലെങ്കിൽ പ്രയാസപ്പെടുത്താനുള്ള ചോദ്യം, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ചോദ്യം പണ്ഡിതന്മാരോട് ചോദിക്കുക എന്നത് വിദ്യാർത്ഥികൾ, നല്ല വിദ്യാർത്ഥികളുടെ സ്വഭാവമല്ല. നീ ഒരു മുബ്തദിആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഓടോ അവിടുന്ന് എന്ന് പറഞ്ഞുകൊണ്ട് സദസ്സിൽ നിന്നിട്ട് അദ്ദേഹത്തിന് പുറത്തള്ളുകയും ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സിഫാത്ത് എങ്ങനെ മനസ്സിലാക്കണം എന്നത്
വേറെ തെളിവ് ആവശ്യമില്ല. അങ്ങനെ അള്ളാഹ് പറഞ്ഞതുപോലെ അള്ളാഹ് സമീആൻ, അള്ളാഹ് ബസീറാണ്, അങ്ങനെ തന്നെ വിശ്വസിക്കുക, അത്രേ ഉള്ളൂ. എങ്ങനെ? നമ്മോട് തുല്യതയിൽ അള്ളാഹ് തന്നെ പറഞ്ഞു, എന്ത്? ലൈസ കമിത്ലിഹി ഷൈ, അള്ളാഹയോട് തുല്യമുള്ളത് എന്തുമില്ല, എവിടെയുമില്ല, ആരുമില്ല, എപ്പോഴുമില്ല, ഉണ്ടാവാൻ പാടില്ല, ഉണ്ടായിട്ടുമില്ല, ഉണ്ടാകുന്നതുമല്ല. അതാണ് അവൻ കേൾക്കുന്നു, അവൻ കാണുന്നു. അപ്പോൾ അവന്റെ കേൾവി നമ്മുടെ കേൾവി പോലെയല്ല, അവന്റെ കാഴ്ച നമ്മുടെ കാഴ്ച പോലെയല്ല എന്ന് മനസ്സിലാക്കാൻ ദൂരം പോകേണ്ടതില്ല. അതെ സഹോദരന്മാരെ, സഹോദരികളെ, ഈ കേൾവിയുടെ അത്ഭുതമാണ് നാം ഖുർആനിൽ ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ വതസ്തകീ ഇലല്ലാഹ് വല്ലാഹു യസ്മഉ തഹാവുറകുമാ ഇന്നല്ലാഹ സമീഉൻ ബസീർ. ഇവിടുന്ന് അല്ലാഹുവിന്റെ സമഇന്റെ ആ അത്ഭുതം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അള്ളാഹ് പറയുകയാണ്, അള്ളാഹ് കേട്ടു. എന്ത് കേട്ടു? ആ പെണ്ണ് വന്നിട്ട് റസൂലുള്ളാഹിന്റെ മുമ്പിൽ വെച്ചിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നതും, റസൂലുള്ളാഹിന്റെ മുമ്പിൽ ആ പെണ്ണ് വന്നിട്ട് എന്ത് പറയുന്നു? അവരുടെ ആ പെണ്ണിന്റെ ഭർത്താവിനെ കുറിച്ച് ആക്ഷേപം ബോധിപ്പിക്കുന്നതിനെ കുറിച്ച് ആ സംഭവം അവിടെ നടന്നപ്പോൾ ജിബ്രീൽ ഇറങ്ങുകയാണ്. ജിബ്രീൽ എവിടെ നിന്നാണ്? അർശിന്റെ മീതെ നിന്ന് വാർത്തയുമായിട്ട് ഇറങ്ങാണ് ജിബ്രീൽ. എന്താണ് വാർത്തയുടെ ഉള്ളടക്കം? ഖദ് സമിഅ അല്ലാഹ് കേട്ടിരിക്കുകയാണ് ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ, ഒരു പെണ്ണിന്റെ സംസാരം. ആ പെണ്ണ് അവളുടെ ഭർത്താവിനെ കുറിച്ച് ആക്ഷേപവുമായിട്ട് റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് വന്ന് ആക്ഷേപം ബോധിപ്പിക്കുകയും അള്ളാഹുവിനോട് റബ്ബേ എൻ്റെ പ്രയാസം നീ ദൂരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തതായ ആ വാക്ക് റബ്ബ് കേട്ടിരിക്കുന്നു. ആയിഷ പറയുന്നു, ഞാൻ അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു, ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ഒരു റൂമിലാണ്. റൂം ആകെ 5 മുഴം നീളവും 5 മുഴം അകലെയും 6 മുഴം നീളവും ഉള്ളതായ ഒരു കട്ടിൽ മാത്രം ഇടാൻ പറ്റുന്ന റൂമാണ് റസൂലുള്ളാഹിന്റെ റൂം. ആ റൂമിൽ ഇരുന്നു കൊണ്ട് റസൂലുള്ള കേൾക്കുന്നതായ ആ ആക്ഷേപത്തെ, ആ സംസാരത്തെ അർശിന്റെ മീതെ നിന്ന് റബ്ബ് പറയുന്നു, ഞാനത് കേട്ടു എന്ന ശൈലി. ഇപ്പോൾ മനസ്സിലായില്ലേ? നമ്മുടെ കേൾവി പോലെയല്ല അവന്റെ കേൾവി, നമ്മുടെ കാഴ്ച പോലെയല്ല അവന്റെ കാഴ്ച. നമ്മുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയണമെന്നല്ലാതെ ആ കഥ പറയല്ല കേട്ടോ. അത് നീണ്ട കഥയാണ്. ആ പെണ്ണ് എന്ത് പറഞ്ഞു, പെണ്ണിന് എന്തിനു വന്നു, പെണ്ണിന്റെ ലക്ഷ്യം എന്താണെന്നൊക്കെ, അതൊക്കെ നിങ്ങൾക്ക് വേറെയും നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് കേൾക്കുന്ന ക്ലാസ്സുകളിലൂടെ കേൾക്കാൻ പറ്റും, അറിയാത്തവരാണെങ്കിൽ. ഇനി അറിഞ്ഞവരാണെങ്കിൽ തന്നെ നിങ്ങളുടെ കൂടെ പരിഭാഷകൾ ഉണ്ടായിരിക്കും. ഖുർആൻ പരിഭാഷയിൽ സത്യം പറയുന്നവരുടെ പരിഭാഷയാണ് ഉപയോഗിക്കേണ്ടത്, അല്ലാത്തത് ഉപയോഗിക്കരുത്. ആ സത്യം പറയുന്നവരുടെ പരിഭാഷ ഉപയോഗിക്കുമ്പോൾ ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ എന്ന സൂറത്തുൽ മുജാദില എന്ന സൂറത്തിന്റെ വിശദീകരണം വായിച്ചു നോക്കുക. ഖൗല ബിൻത് തഅലബ എന്ന പെണ്ണ് അവരുടെ ഭർത്താവായ ഔസ് ഇബ്നു സാമിത്ത് റളിയല്ലാഹു തആല അൻഹുവിനെ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചതായ ശൈലിയായിരുന്നു അതിന്റെ ഉള്ളടക്കം. അതാണ് പ്രശ്നം. കുറേ കാലം ആ പെണ്ണ് പ്രായമാകുന്ന വളരെ വയസ്സ് വരെ ആ സുഹൃത്തിനെ, ആ ഭർത്താവിനെ ഹിദ്മത്തെടുത്ത് കുറേ പ്രസവിച്ചു. അങ്ങനെ പ്രസവിച്ച് ഹിദ്മത്തെടുത്ത് ജീവിച്ചു കഴിഞ്ഞ ശേഷം നീ എൻ്റെ ഉമ്മയുടെ ലഹ്റ് പോലെ എന്ന് പറഞ്ഞു, അഥവാ തലാഖിൻ്റെ പദം ഉപയോഗിച്ച് കളഞ്ഞു. തലാഖിനോട് തുല്യതയുള്ള പദമാണ് സ്വന്തം കെട്ടിയ പെണ്ണോട് നീ എൻ്റെ മോളെ പോലെ എന്ന് പറയൽ, നീ എൻ്റെ ഇളാമയെ പോലെ എന്ന് പറയൽ, നീ എൻ്റെ ഉമ്മയെ പോലെ എന്ന് പറയൽ. അത് മഹാ അപകടമാണ്. അറിവില്ലാതെ ആരും പറഞ്ഞു പോകരുത്. പറഞ്ഞു പോയാൽ അതിന് നഷ്ടപരിഹാരമായിട്ട് അവളെ തൊടുന്നതിന് മുമ്പ് 6 നോമ്പ് തുടർച്ചയായിട്ട് നോക്കുകയും വേണം അതിന് നഷ്ടപരിഹാരമായിട്ട്. അതെ, അപ്പോൾ നാം ചർച്ച ചെയ്ത് വരുന്നതായ ഈ കേൾവി റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുവിനെ ബാധിക്കുന്നതായ കേൾവിയെ കുറിച്ചാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഷിട്ടികൾക്കും കേൾവിയെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഷിട്ടികൾ ജിന്നാവട്ടെ, മനുഷ്യനാവട്ടെ, മലക്കാവട്ടെ, എല്ലാവർക്കും കേൾവിയെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഒന്നിരിക്കലോ നേർക്കുനേരെ കേൾക്കുന്ന കേൾവി, അല്ലെങ്കിൽ കേൾവിയുടെ സ്ഥാനത്ത് നിൽക്കുന്നതായ കേൾവി. അതെങ്ങനെയാണ്? കാതുകൊണ്ട് കേൾക്കാൻ സാധിക്കാത്ത കാത് പൊട്ടനാണെങ്കിലും സത്യം മനസ്സിലാക്കാൻ പറ്റുന്നതായ മാധ്യമങ്ങൾ അല്ലാഹു അങ്ങനെയുള്ള പൊട്ടന്മാർക്ക് അത് സൃഷ്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് പൊട്ടന്മാർ തന്നെ എത്രയോ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന കാണാം. എത്രയോ നമ്മേക്കാൾ ചിലപ്പോൾ കാത് ശരിക്ക് കേൾക്കുന്ന ആളേക്കാൾ, കണ്ണ് ശരിക്ക് കാണുന്ന ആളേക്കാൾ വളരെ നന്നായി പ്രവർത്തിക്കുന്നതായിട്ട് കാണാം. അത് അള്ളാഹുവിന്റെ ഹിക്മത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റുള്ളവർക്ക് പാഠം പഠിപ്പിക്കാൻ വേണ്ടി ചിലർക്ക് കൊടുക്കുന്നില്ല എന്നതാണ്. ചോദിക്കാൻ നമുക്ക് അധികാരമോ അവകാശമോ ഇല്ല. അള്ളാഹുവിന്റെ ഇഷ്ടം.
അതെ, പിന്നെ മറ്റു സൃഷ്ടികൾക്ക് കൊടുക്കുന്നവർക്ക് കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് നാം ശ്രദ്ധിക്കാം. കേൾവി, ആ കേൾവിയെ കുറിച്ച് അല്ലാഹു പറയുന്നു, ഞാൻ ഓതിയതായ ആയത്തിൽ, വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ. നിങ്ങളുടെ മാതാക്കളുടെ പള്ളയിൽ നിന്നിട്ട്, ഉമ്മമാരുടെ പള്ളയിൽ നിന്നിട്ട് നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊണ്ടുവന്നപ്പോൾ ലാ തഅലമൂന ശൈആ, നിങ്ങളൊന്നും അറിയാത്തവരായിട്ടാണ് വരുന്നത്. ഇതൊക്കെ പറയാതെ അറിയുന്ന പരമാർത്ഥമാണ്. പക്ഷെ അള്ളാഹുവിൻ്റെ ആ ശൈലി കേട്ടില്ലേ? നിങ്ങൾക്ക് എന്ത് അധികാരമുണ്ട് അഹങ്കരിക്കാൻ? നിങ്ങൾക്ക് എന്ത് അധികാരമുണ്ട് നാക്ക് പൊക്കാൻ എൻ്റെ വിധിയുടെ മുമ്പിൽ? എന്ത് അധികാരമുണ്ട് എൻ്റെ ദൂതരെ തള്ളാൻ, എൻ്റെ മതത്തെ തള്ളാൻ, എൻ്റെ ദീനിനെ തള്ളാൻ? നിങ്ങൾ ആരായിരുന്നു, നിങ്ങൾ എന്തായിരുന്നു എന്ന ശൈലിയാണത്. മനസ്സിലായില്ലേ? അല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ. എന്നിട്ടോ അതോടൊപ്പം വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫീദത, കാതിനെ നൽകി നിങ്ങൾക്ക്. ആദ്യം പറഞ്ഞതാണ് കാതിനെ നൽകി നിങ്ങൾക്ക്. അതെ, വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ, കണ്ണിനെ നൽകി നിങ്ങൾക്ക്. വൽ അഫീദത, ഹൃദയത്തെ നൽകി നിങ്ങൾക്ക്. എന്തിനാണ്? ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാവാൻ വേണ്ടി. ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹ്രി ലം യകുൻ ശൈഅൻ മദ്കൂറാ. ഒന്നും ഒരു കൊള്ളരുതാത്ത സാധനമായിരുന്ന കാലഘട്ടം മനുഷ്യ ജീവിതത്തിൽ പണ്ട് വിട്ടുകടന്നിട്ടില്ലേ? ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറാ. ഇന്നാ ഖലഖനൽ ഇൻസാന, നാം മനുഷ്യനെ സൃഷ്ടിച്ചു, മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി, വളരെ നിന്ദ്യതയുള്ളതായ, കണ്ടാൽ വെറുക്കുന്നതായ ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നിട്ട് നാം അവനെ സൃഷ്ടിച്ചു. എന്തിനാണ്? നബ്തലീഹി, അവനെ നാം പരിശോധിക്കാൻ വേണ്ടി തന്നെ. ആ രൂപത്തിൽ സൃഷ്ടിക്കുമ്പോൾ നീ ആരായിരുന്നു, നീ എന്തായിരുന്നു, നിന്റെ തുടക്കം എന്താണ്, നിനക്ക് ഇങ്ങനെ അഹങ്കരിക്കാൻ അധികാരമുണ്ടോ എന്നൊക്കെ പറയുന്ന ശൈലി അല്ലാഹു ഖുർആനിൽ പലയിടങ്ങളിൽ പറയുന്നുണ്ട്. ഈ രൂപത്തിലൂടെ സംസാരിച്ച ശേഷം ഇതുകൂടി നബ്തലീഹി, പരിശോധിക്കാൻ വേണ്ടി എന്നതായ വാക്കോട് കൂട്ടിച്ചേർത്തി മനസ്സിലാക്കേണ്ടതാണ്. പരിശോധിക്കാൻ, ഫജഅൽനാഹു സമീഅൻ ബസീറ, പരിശോധിക്കാൻ അല്ലാഹു തീരുമാനിച്ചപ്പോൾ എന്ത് കൊടുത്തു? പരിശോധിക്കാൻ എന്ത് വേണം? കാത് വേണം. പിന്നെന്ത് വേണം? കണ്ണ് വേണം. അതുകൊണ്ട് അവന് ഞാൻ പരിശോധിക്കാൻ വേണ്ടി പരീക്ഷാളിലേക്ക് വിട്ടപ്പോൾ അവന് റബ്ബിനെ കുറിച്ച് കേൾക്കാൻ, റബ്ബ് പറയുന്നത് കേൾക്കാൻ, റബ്ബ് പ്രചരിപ്പിക്കുന്നത് കേൾക്കാൻ, റബ്ബിന്റെ ദൂതന്മാരെ കേൾക്കാൻ, റബ്ബിന്റെ ദൂതന്മാരുടെ പിന്നിൽ വരുന്ന പ്രബോധകന്മാരെ കേൾക്കാൻ, റബ്ബിന്റെ നല്ല വാക്കുകൾ കേൾക്കാൻ. അല്ലദീന യസ്തമിഊനൽ ഖൗല ഫയത്തബിഊന അഹ്സന, എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അതിൽ നല്ലതിനെ പിൻപറ്റുകയും ചെയ്യാൻ ആ കഴിവ് കൽപ്പുണ്ടാക്കാൻ വേണ്ടി അല്ലാഹു എന്ത് സൃഷ്ടിച്ചു? കാതിനെ സൃഷ്ടിച്ചു, കണ്ണിനെ സൃഷ്ടിച്ചു. ഫജഅൽനാഹു സമീഅൻ ബസീറാ. സഹോദരന്മാരെ, പുണ്യഭൂമിയിലേക്ക് നിങ്ങൾ എന്നിട്ട് ബഹുഭൂരിപക്ഷം ആൾക്കാര് സന്ദർശനത്തിനായിട്ട് എത്തിയവരാണ്. നിങ്ങൾ ഈ നാട്ടിൽ വന്നു പോകുമ്പോൾ നിർബന്ധമായി നാം ഈ നാടുമായുള്ള ബന്ധത്തെക്കുറിച്ച് ഒരു പഠനം നടത്തണം. എന്ത്? ഈ നാട്ടിൽ വന്നാലും വന്നില്ലെങ്കിലും ഈ നാട്ടിനോടുള്ള ബന്ധമില്ലാത്ത, പ്രത്യേകിച്ച് സ്വർഗത്തോപ്പിനോടുള്ള ബന്ധമില്ലാത്ത, ദുബൈയിലോ അബുദാബിയിലോ ഖത്തറിലോ കുവൈത്തിലോ ഇന്ത്യയിലോ ലോകത്തോ എവിടെ ജീവിച്ചാലും അവന് സ്വർഗത്തിലെത്താൻ പറ്റൂല. അങ്ങനെയുള്ള നാട്ടിലേക്കാണ് നിങ്ങൾ എത്തിയിട്ടുള്ളത്. നിങ്ങളെത്തിയ നാട്, ഈ നാടുമായി ബന്ധമില്ലാതെയാണ് നിങ്ങൾ ലോകത്ത് എവിടെ ജീവിച്ചതെങ്കിൽ അവർക്ക് സ്വർഗമില്ല എന്നതാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രഖ്യാപനം. അതിനു മുമ്പ് അള്ളാഹുവിന്റെ പ്രഖ്യാപനം പല ശൈലിയിലൂടെ. എന്തുകൊണ്ട്? ഈ നാട്ടിലാണ് ഈ നാം ഉൾക്കൊള്ളുന്നതായ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നതായ ഈ ഖുർആൻ ഇറങ്ങിയത്. ആ ഖുർആന്റെ മിക്ക ഭാഗങ്ങൾ ഇറങ്ങിയത്, അതിന്റെ പ്രധാനപ്പെട്ട സൂറത്തുൽ ബഖറ, ആല ഇമ്രാൻ, സൂറത്ത് നിസാ പോലത്തെ നീണ്ട പട്ടികകൾ ഇറങ്ങിയത്, വിധി വിലക്കുകൾ ഇറങ്ങിയത്. അപ്രകാരം തന്നെ ഇവിടെ വരുന്നത് വരേക്കും ഒരു നിസ്കാരത്തിൽ മാത്രം പരിമിതമായിരുന്നു നമ്മുടെ ജീവിതം, അഥവാ മുസ്ലിം ലോകത്തിന്റെ ജീവിതം. അന്ന് ജീവിച്ചിരുന്ന മുസ്ലിം ലോകത്തിന്റെ മുമ്പന്മാരുടെ ജീവിതം ഷഹാദത്ത് കലിമ കഴിഞ്ഞാൽ നമസ്കാരവുമായി ബന്ധപ്പെട്ട് ജീവിക്കുക. പിന്നെയാണ് നോമ്പുണ്ടാകുന്നത്, സക്കാത്ത് ഉണ്ടാകുന്നത്, പിന്നെയാണ് ഹജ്ജ് ഉണ്ടാകുന്നത്. അപ്രകാരം തന്നെ ഇവിടെ ജീവിച്ചിരുന്നതായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ 10 വർഷവും അല്പമാസങ്ങളും ജീവിച്ച ജീവിതത്തിലൂടെ 70-ൽ പരം ഈ പോരാട്ടങ്ങൾ നടക്കുകയുണ്ടായി. ആ 70-ൽ പരം പോരാട്ടങ്ങളിൽ നിന്നിട്ട് 28ഓളം ഏകദേശം
പോരാട്ടത്തിൽ നബി സ്വയം പങ്കെടുക്കുകയും ചെയ്തു. 28ഓളം ഏകദേശം പോരാട്ടത്തിൽ നബി സ്വയം പങ്കെടുക്കുകയും ചെയ്തു. ആ പോരാട്ടങ്ങൾ നടക്കാനുള്ളതായ കൽപ്പനകൾ വരുന്നതും ഇതെല്ലാം ഈ നാട്ടിലാണ്, ഈ വിശുദ്ധ ഭൂമിയിലാണ്. ഈ വിശുദ്ധ ഭൂമിയിൽ പ്രത്യേകിച്ച് കൃത്യമായിട്ട് ഈ വിശുദ്ധ ഭൂമിയുടെ ഹൃദയഭാഗമാകുന്ന സ്വർഗത്തോപ്പിൽ, ഇവിടെ സ്വർഗത്തോപ്പിൽ, ആ സ്വർഗത്തോപ്പിനെ ആധാരമാക്കിയിട്ടാണ് ഇവിടെ ജീവിച്ചവർ പണ്ട് ജീവിച്ചത്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വന്നു പോകുന്ന വേളയിൽ സ്വർഗത്തോപ്പുമായി ബന്ധപ്പെട്ട് ജീവിക്കാനുള്ളതായ തൻ്റെ ഇടത്തോടുകൂടി, ഒരുക്കത്തോടുകൂടി, തയ്യാറെടുപ്പിനോടുകൂടി, എല്ലാ നിലക്കും വിജ്ഞാനമില്ലാത്തവരുണ്ടാക്കി ഉള്ളവർ പഠിപ്പിനെ പുതുക്കി ഈ നാടുമായി ബന്ധപ്പെട്ട് അതേ സ്വർഗത്തോപ്പിലോ അതിന്റെ പരിസരത്തിലോ ഇരുന്നിട്ട് റബ്ബേ ഇനിമേലിൽ ഈ നാടുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ലാതെ ഈ നീ ഇറക്കിയതായ ഖുർആനും സുന്നത്തും ഈ നീ ഇറക്കിയതായ മതവുമായി ബന്ധപ്പെട്ടിട്ടല്ലാതെ ഞാൻ ജീവിക്കുക തന്നെ ഇല്ല. എൻ്റെ പഴയ പട്ടികയോട് എന്നേക്കും വിടവാങ്ങാൻ ഞാൻ തയ്യാറാണ്. ഞാൻ തൗബ ചെയ്യാൻ, ഞാൻ പാശ്ചാത്യപ്പിക്കാൻ, ഞാൻ എൻ്റെ പട്ടിക ക്ലിയറാക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് സമ്മതിച്ചു പോയിക്കോളി. ആ ചാൻസ് നഷ്ടപ്പെടുത്തരുത്. അടുത്ത കൊല്ലം ഇവിടെ വരാൻ സാധിച്ചോളണമെന്നില്ല, അടുത്ത ട്രിപ്പ് ഇവിടെ വരാൻ സാധിച്ചോളണമെന്നില്ല. ഈ വന്ന വരവെന്നെ പോകാനും സാധിക്കുമെന്ന് ആർക്കും ഉറപ്പില്ല. അള്ളാഹു നമുക്ക് ദീർഘായുസ്സും ആരോഗ്യവും നൽകട്ടെ. പേടിക്കണ്ട കേട്ടാ. അതെ, കേൾവി എന്ന പദം പറയുമ്പോൾ കേൾവി പല ഇനമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ കേൾവിയെ കുറിച്ച് നാം ഇപ്പോൾ നമുക്ക് സമഇനെ ശിക്ഷിച്ചു എന്ന് പറഞ്ഞല്ലോ. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും അൻ യഖൂലു سمعنا وأطعنا وأولئك هم المفلحون إنما كان قول المؤمنين إذا دعوا إلى الله ورسوله. സത്യവിശ്വാസികളുടെ വാക്കെന്തായിരുന്നു? അള്ളാഹുവിലേക്കോ റസൂലിലേക്കോ അവരെ ക്ഷണിക്കുകയാണെങ്കിൽ നമുക്ക് ബാധകമാണിതട്ടാ, നമുക്ക് ബാധകമാണിത്. അള്ളാഹുവിലേക്കോ റസൂലിലേക്കോ അവരെ ക്ഷണിക്കുകയാണെങ്കിൽ അയ്യഖൂലു, അവരെന്ത് പറയും? സമിഅനാ വഅതഅനാ. എന്ത് പറയും? കേട്ടു, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചു. ഇത് പറയണം. ഇത് പറയുന്നുണ്ടോ ഇല്ലേ എന്നതാണ് നാം പരിശോധിക്കേണ്ടത്. ഏത് വെറും കേൾക്കൽ മാത്രമല്ല. എത്ര ആൾ എത്ര പ്രസംഗം കേൾക്കാറുണ്ട്, എത്ര ആൾ എത്ര നസിഹത്ത് കേൾക്കാറുണ്ട്, എത്ര ആൾ എത്ര വാദ് കേൾക്കാറുണ്ട്, എത്ര ആൾ ഖുർആൻ കേൾക്കാറുണ്ട്. ആ കേൾക്കുന്നത് എന്തുകൊണ്ട് കേറുന്നില്ല, എന്തുകൊണ്ട് പകരുന്നില്ല, എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ തുറച്ചു കാണുന്നില്ല എന്നതാണ്. റസൂലുള്ളാഹിയെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ ആയിഷ പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഖുലുഖുൽ ഖുർആൻ, നബിയുടെ സ്വഭാവം തന്നെ ഖുർആൻ ആയിരുന്നു. അപ്പോൾ നബിയുടെ നിങ്ങൾ കണ്ടതായ മസ്ജിദ് നബവിയുടെ പരിസരത്തിൽ ജീവിച്ച, അതിന് മസ്ജിദ് നബവിയിലും പരിസരത്തിലും ജീവിച്ച സഹാബാക്കൾ ആ സകലം ചലിക്കുന്ന ഖുർആൻ, നടക്കുന്ന ഖുർആൻ, സംസാരിക്കുന്ന ഖുർആൻ, പ്രവർത്തിക്കുന്ന ഖുർആൻ, ഖുർആൻ ചലിക്കുകയായിരുന്നു ഇവിടെ പണ്ടൊരു കാലഘട്ടത്തിൽ. ആ രൂപത്തിലാണ് അവരുടെ ജീവിതം. ഖുർആനിൽ ഉണ്ടോ? ഉണ്ട്. ഇല്ല, വേണ്ട. ആ രൂപത്തിൽ ജീവിതത്തെ കെട്ടിപ്പടുത്താൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക മദീന ജീവിതത്തിലൂടെ അവർക്ക് ട്രെയിനിങ് നൽകി. അങ്ങനെയുള്ളവരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് ഈ ഖുർആനെയും അതിന്റെ വിശദാംശമാകുന്ന സുന്നത്തിനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ചു പോയത്. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, മുസ്ലിം ലോകമേ നിങ്ങൾക്ക് സ്വർഗം വേണമോ? എന്നാൽ റസൂലുള്ളാഹിന്റെ ബേക്കിൽ അണിനിരന്ന റസൂൽ ഖുർആനും സുന്നത്തി ഏൽപ്പിച്ചു പോയതായ ആ വിഭാഗത്തിന്റെ ബേക്കിൽ കൂടിക്കൊള്ളീൻ. സമിഅനാ വഅതഅനാ എന്ന് പറഞ്ഞവരവരാണ്. സമിഅനാ വഅതഅന എന്ന് പറഞ്ഞവര് ആ സഹാബാക്കളാണ്. സമിഅന വഅസൈന എന്ന് പറഞ്ഞവർ ഇവിടെ ഉണ്ടായിരുന്നു. ആരാണത്? ജൂതന്മാർ, മുനാഫിക്കുകളെ പോലത്തെ വിഭാഗം, കാഫിരീങ്ങൾ, പ്രത്യേകിച്ച് ജൂതന്മാർ. സമിഅന കേട്ടു, വഅസൈന മാറുകാട്ടിയും. കണ്ടില്ലേ? അങ്ങനെയല്ല നിങ്ങളാവേണ്ടത്. സമിഅന എന്ന് കേട്ടാൽ പറഞ്ഞില്ലെങ്കിൽ പ്രവർത്തിച്ചാൽ മതി. ഞാനിപ്പോൾ സമിഅന എന്ന് കേട്ടാൽ, ഞാൻ ഇന്ന് ആയത്ത് കേട്ടല്ലോ, ആയത്ത് കേട്ടെന്നിട്ടോ ഞാൻ അതാന എന്ന് പറഞ്ഞില്ലല്ലോ. പറയലല്ല മുഖ്യം. അതാന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അനുസരിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. അതാന ഞങ്ങൾ അനുസരിച്ചു. അപ്പോൾ നമ്മളിൽ ഉണ്ടാവേണ്ടത് അനുസരണമാണ്. നമ്മുടെ പേരെന്താണ്? ഹുവ സമ്മാക്കുമുൽ മുസ്ലിമീൻ. നമുക്ക് അള്ളാഹു നാമകരണം ചെയ്തത് എന്താണ്? മുസ്ലിമീൻ എന്നതാണ്. പണ്ട് തന്നെ വന്ന സാറോ നബിമാർക്കും അള്ളാഹ് നൽകിയ പേരാണത്. ഇബ്രാഹിമിന് പേര് നൽകി. ഇബ്രാഹിം അലൈഹിസ്സലാം മരിക്കുമ്പോൾ വസിയത്ത് ചെയ്തു. അതുപോലെ യാക്കൂബ് വസിയത്ത് ചെയ്തു. ഓരോ നബിമാരും ഞങ്ങൾ പോയ ശേഷം ആരെ പിൻപറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളെല്ലാവരും ഏത് രൂപത്തിൽ ജീവിക്കുമെന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും മുസ്ലിങ്ങളായി ജീവിക്കുമെന്ന് പറഞ്ഞു. മുസ്ലിങ്ങൾ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അനുസരണശീലർ. ഇതാണ് സമിഅനാ വഅതഅനാ, കേട്ടു അനുസരിച്ചു എന്ന വാക്കിന്റെ അർത്ഥം.
വേറൊരു കൂട്ടർ കാണുക മദീനയിൽ. പണ്ടേ ഈ കേൾക്കുന്നവരെല്ലാവരും ഒരുപോലെയല്ല. കേൾക്കുന്നവരിൽ നിന്നിട്ട് വ്യത്യസ്ത കേൾവികളുണ്ട്. മഹാത്മാക്കളാകുന്ന സഹാബാക്കളുടെ കോലത്തെക്കുറിച്ച് അള്ളാഹ് തന്നെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു ഖുർആനിൽ. അവർ കേൾക്കുമ്പോൾ എന്ത് സംഭവിക്കും അവർക്ക്? നാം ഒന്ന് പരിശോധിക്കുക. നാം പലപ്പോഴും വാത് കേൾക്കാറുണ്ട്, പലപ്പോഴും ഖുർആൻ പാരായണം ചെയ്യാറുണ്ട്, പലപ്പോഴും നീട്ടി വലിച്ച് ഖുർആൻ പാരായണം ചെയ്യുന്ന ഇമാമിന്റെ ബാക്കിൽ നമസ്കരിക്കാറുണ്ട്. പക്ഷേ കണ്ണിൽ നിന്നിട്ട് ഒരു തുള്ളി വേർപ്പെങ്കിലും അള്ളാഹനെ ഭയപ്പെട്ടുകൊണ്ട് ഒഴുകാറുണ്ടോ? ഇതാണ് പരിശോധിക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് അവരോട് തുല്യത ഉണ്ടാവാൻ പറ്റിയിട്ടുണ്ടോ ഇല്ലേ, അവരുടെ ബാക്കിൽ പോകാൻ പറ്റിയിട്ടുണ്ടോ ഇല്ലേ, അവരോടൊപ്പം സ്വർഗത്തിൽ കിടക്കാനുള്ള ചാൻസ് ഉണ്ടോ ഇല്ലേ എന്ന് തീരുമാനിക്കാൻ പറ്റുകയുള്ളൂ. ശ്രദ്ധിക്കുക. ഓരോരുത്തരും അള്ളാഹ് പറയുന്നു, റസൂലിലേക്ക് അള്ളാഹു ഇറക്കിയതായ ഖുർആനിനെ അവർ കേട്ട് കഴിഞ്ഞാൽ അവരുടെ കണ്ണുധാരധാരിയായി ഒലിക്കുന്നതായിട്ട് നിങ്ങൾ കാണാം. സത്യം അവർ അറിഞ്ഞത് കാരണത്താൽ യഖൂലൂന അവർ പറയുന്നതാണ്, റബ്ബനാ ആമന്നാ, ഞങ്ങളിതാ ഈ ഇറക്കിയതായി ഈ ഗ്രന്ഥത്തിൽ വിശ്വസിച്ചിരിക്കുകയാണ്, ദൂതരിൽ വിശ്വസിച്ചിരിക്കുകയാണ്. ഫക്തുബ്നാ മഅശ്ശാഹിദീൻ, അതുകൊണ്ട് ഇവരോടൊപ്പം ഞങ്ങളെ പരലോകത്തിൽ നീ ഒരുമിച്ച് കൂട്ടണേ രക്ഷിതാവേ. ആരാണ് ഷാഹിദീങ്ങൾ? ഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീന വഹസുന ഉലൈക റഫീഖ. എന്തൊരു നല്ല കൂട്ടുകാർ എന്ന് അല്ലാഹ് വിശേഷിപ്പിച്ചതായ ആ നബിയുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ, സാലിഹീങ്ങളുടെ കൂടെ ഞങ്ങളെ ഷാഹിദാക്കണം റബ്ബേ എന്ന് അവര് ഖുർആൻ കേട്ട് കരഞ്ഞു പറയും. ഇനി നാം ശ്രദ്ധിക്കേണ്ടത്, നാം കരയാറുണ്ടോ എന്നുള്ളതാണ്. നാം മദീനയിലേക്ക് വന്നു, നാം മക്കയിലേക്ക് വന്നു, നാം മസ്ജിദുൻ നബവിയിൽ നിന്നു, എന്നിട്ട് നിസ്കരിച്ചു. രോമാഞ്ചമുണ്ടായോ? കരച്ചൽ വന്നോ? അള്ളാഹിനെ പേടി വന്നോ? ഞാനിപ്പോൾ നിൽക്കുന്നത് അള്ളാഹു റസൂലിന്റെ പള്ളിയിലല്ലേ? ജിബിരിൽ കറങ്ങിയതായ അന്തരീക്ഷത്തിലല്ലേ? സഹാബാക്കൾ ജീവിച്ച അന്തരീക്ഷത്തിലല്ലേ? ഇവിടെ നിന്നല്ലേ സ്വർഗത്തിലേക്ക് പോകുന്നവര്, സ്വർഗത്തിലെ ടിക്കറ്റ് വാങ്ങിയവര്, കരൾ മുറിച്ചു കൊടുത്തവര്, കഴുത്ത് മുറിച്ചു കൊടുത്തവര്, എല്ലാം റബ്ബിന് വേണ്ടി സമർപ്പിച്ചവര്, അങ്ങനെയുള്ള നാട്ടിലേക്ക് നീ എന്നെ എത്തിച്ചില്ല റബ്ബേ, ഞാനിപ്പോൾ എവിടെ എന്ന് വിചാരിച്ച് ആർക്കെങ്കിലും പറക്കും പോലെ സന്തോഷത്തിൽ, ആഹ്ലാദത്തിൽ തോന്നിയോ? ശ്രദ്ധിക്കണം. അപ്പോഴാണ് കരച്ചിൽ വരാ, അപ്പോഴാണ് കണ്ണുനീര് ധാരധാരയാരെ ഒലിപ്പിക്കാൻ സാധിക്കുക. സഹോദര സഹോദരിമാരെ, മനുഷ്യന്മാരുടെ സ്ഥിതിയാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. മനുഷ്യന്മാർ ഈ വിശുദ്ധ മതത്തിൽ മെമ്പർഷിപ്പ് നേടിയത് അവർക്കിറങ്ങിയതായ ഖുർആനിനെ കേട്ട് അതിൻ്റെ പിന്നെ അണിനിരക്കാൻ തീരുമാനിച്ചു, അത് പ്രഖ്യാപിച്ചു, അതിലൂടെ കരയേണ്ട സ്ഥലത്ത് കരഞ്ഞു, കരയേണ്ട സമയത്ത് കരഞ്ഞു, അതിന് നൽകേണ്ട പ്രാധാന്യം നിങ്ങൾ നൽകി, ഓതേണ്ടടുത്ത് ഓതി, കേൾക്കേണ്ടടുത്ത് കേട്ടു, കേൾപ്പിക്കേണ്ടടുത്ത് കേൾപ്പിച്ചു, പ്രബോധനം ചെയ്യേണ്ടടുത്ത് പ്രബോധനം ചെയ്തു. ഇനി കേൾക്കാൻ പോകുന്നത് പോലെ ഇനി ഒരു വിഭാഗം അഥവാ ജിന്നുകളെ അള്ളാഹു പരിചയപ്പെടുത്തുന്നു. അവർ മുസ്ലിമായത് എങ്ങനെയാണ്? ജിന്നുകളെ കുറിച്ച് നിങ്ങൾ കേട്ടല്ലോ, പലപ്പോഴും കേട്ട് പരിചയമുള്ള കാര്യമാണ് ജിന്നുകൾ. ജിന്ന് വർഗങ്ങളെ കുറിച്ച്, ജിന്നിനെ കുറിച്ച് അല്ലാഹു ഖുർആൻ സൂറത്ത് തന്നെ ഇറക്കിയിട്ടുണ്ട്. കേരളത്തിൽ ജിന്ന് എന്നിട്ട് സാധനം തന്നെ ഇല്ല എന്ന് പറയുന്നവരുണ്ട്. അവർക്ക് ഖുർആനുണ്ട്, അവർക്ക് പരിഭാഷയുണ്ട്, ഖുർആൻ പരിഭാഷ. 40 തവണ അല്ലാഹു ഖുർആനിൽ പറയുന്നുണ്ട് ജിന്ന് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അവർ അവിടെ ഒക്കെ ഒന്നിരിക്കലോ മുത്താപ്പ ഇളയപ്പ എന്നൊക്കെ വേണ്ടതുപോലെ തോന്നിയതുപോലെ അർത്ഥം വെച്ചതായിരിക്കാം. പിന്നെ എങ്ങനെയാണ്, എന്താണ് ആ പദാർത്ഥം, അല്ലെങ്കിൽ കബീലൻ്റെ പേര്, നാട്ടുകാരെ പേരെന്നൊക്കെ വെച്ച് കാണാം. അല്ലാഹു അലം. നേരത്തെ പറഞ്ഞ സീൻ അഹമ്മദ് ഒക്കെ അതിൽപ്പെട്ട ആളാണ്. എന്നെ കാണാൻ വേണ്ടി വളരെ പരിശ്രമിച്ചു, അൽഹംദുലില്ലാ കണ്ടില്ല, മരിച്ചു അയാൾ. അതെ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സഹീഹ് ബുഖാരിയിൽ കണ്ടു. ഹദീസ് നമ്പർ 4921 ഹദീസ് നമ്പർ 4921. ഖുർആൻ ഇറങ്ങിയ ശേഷം മക്കയിൽ ഉണ്ടായിരുന്ന പരിവർത്തനത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ മക്കയിൽ പല നിലക്കും പിശാച്, ജിന്നുകൾ, പരക്കം പാച്ചൽ, എന്തേ ഈ ജിന്നുകളെ കുറിച്ച് അള്ളാഹ് പരിചയപ്പെടുത്തുന്നത് പിശാചാവട്ടെ അല്ലാത്തവരാവട്ടെ അവർക്കൊക്കെ സീറ്റുകൾ ഉണ്ടായിരുന്നു എന്നാണ്. എവിടെ? ആകാശങ്ങളിൽ സീറ്റുകൾ, ആകാശത്തിലേക്ക് കയറുന്ന വഴികളിൽ സീറ്റുകൾ. അപ്പോൾ വളരെ വളരെ പുരോഗതി പ്രാപിച്ചവർ എന്നർത്ഥം, മനസ്സിലായില്ലേ?
നമ്മെപ്പോലെയല്ല അവർ. ഈ വിഷയത്തിൽ അവർക്ക് സീറ്റ്സുകൾ ഉണ്ടായിരുന്നു. ആ സീറ്റ്സുകളിൽ അവര് അവിടെ അന്തരീക്ഷം, നമുക്ക് അന്തരീക്ഷം, അവരെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. അവരവിടെ ഇരിക്കും. എന്നിട്ട് വഹയികളോ അല്ലെങ്കിൽ സംസാരങ്ങളോ ചർച്ചകളോ പോകുന്നതിനെ കട്ടെടുക്കാൻ വേണ്ടി അവിടെ ഇരിക്കും. ഇതൊക്കെ ഖുർആൻ പറയുന്ന ശൈലിയാണ്, നിഷേധിക്കാൻ സാധിക്കുന്നതല്ല സഹോദര സഹോദരിമാരെ. എന്നാൽ അങ്ങനെയുള്ള സന്ദർഭത്തിൽ വിശുദ്ധ ഫുർഖാൻ അലീമിൽ ഇറങ്ങിയതായ വേളയിൽ അവര് ഞാൻ പറയുന്ന ബുഖാരിയിലുള്ള ഹദീസിന്റെ വിശദീകരണം എന്നോണം, ചരിത്ര ഗ്രന്ഥങ്ങളിൽ സഹായകമെന്നോണം അവരുടെ നേതാവായ പിശാചുണ്ടല്ലോ, ആരാണവൻ? വലിയവൻ, പാപ്പ, ഇബ്ലീസ്. ഇബ്ലീസാണ് പിശാചുകളുടെ വാപ്പ. അവൻ അയച്ചു എന്നതാണ് ബുഖാരിയിലുള്ള ഹദീസിൽ അവർ പോയി എന്നുള്ളതാണ്. രണ്ടും യോജിപ്പിക്കാൻ പറ്റും. അവൻ അയക്കാതെ പോലെ ഉണ്ടാവില്ല ചിലപ്പോൾ. എന്തുകൊണ്ട്? നേതാവല്ലേ അവൻ. അങ്ങനെ എവിടേക്കാ പോകുന്നത്? ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ വേണ്ടി കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുകയാണ്. കൊള്ളുന്നതായ ജിന്നുകളെ, പിശാചുകളെ ലോകത്തിന്റെ നാനാതുറകളിലേക്ക് ഇബ്ലീസ് വിടുകയാണ്. എന്താ പ്രശ്നം അറിയാൻ വേണ്ടി. എന്തുകൊണ്ട് നമുക്ക് ഇവിടെ മുമ്പത്തെ പോലെ കെട്ടെടുക്കാൻ പറ്റുന്നില്ല, മുമ്പത്തെ പോലെ ചോർന്നെടുക്കാൻ പറ്റുന്നില്ല, മുമ്പത്തെ പോലെ സീറ്റ്സുകളില്ല, അവിടെ നിന്ന് ശൂഭകൾ എറിയപ്പെടുന്നു, എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നതറിയാൻ വേണ്ടി പരക്കം പാച്ചൽ. ആ കഥകൾ പറയുന്ന സ്ഥലത്തൊക്കെ പറയുന്നുണ്ട്. പോയ കൂട്ടത്തിൽ മക്കയുടെ മണ്ണുമായി ഇബ്ലീസിന്റെ അടുക്കിലേക്ക് അവർ വന്നു. മക്ക മണ്ണ് പരിശോധിച്ചിട്ട് ഇബ്ലീസ് പറയുകയുണ്ടായി. എന്ത് കഥയിലാണത്? ഹദീസല്ല, ബുഖാരിയുടെ ഹദീസ്. ഞാൻ വേറൊരു ഭാഗത്ത് ഞാൻ പറഞ്ഞു. ബുഖാരിയുടെ ഹദീസിന്റെ വിശദീകരണം ഞാൻ പറയാം. കഥയിൽ പറയുന്നു, മണ്ണ് പരിശോധിച്ചിട്ട് അപകടം ഇവിടെയാണെന്ന് പറഞ്ഞു. അമേരിക്ക അന്നില്ല കേട്ടോ, അമേരിക്കയിലുള്ളതായ മണ്ണ് കൊണ്ടുവന്നു, അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള മണ്ണ് കൊണ്ടുവന്നു, അതുപോലെ തന്നെ ബർമയിലുള്ള മണ്ണ് എല്ലായിടത്തും മണ്ണ് കൊണ്ടുവന്നു. അക്കൂട്ടത്തിൽ മണ്ണ് കൊണ്ടുവന്ന് എവിടുന്ന്? മക്കയിൽ നിന്ന്. ഇബ്ലീസ് നോക്കിയിട്ട് പറഞ്ഞു പോലോ, എന്ത് ഈ സ്ഥലത്ത് അപകടം, എവിടെ? മക്കയിലാണ് അപകടം എന്ന് പറഞ്ഞു എന്ന് കഥയിൽ കാണുന്നു. നമുക്കത് അറിയേണ്ട ആവശ്യമില്ല. അത് ചരിത്ര ഗ്രന്ഥങ്ങളിലുള്ള ഭാഗമാണ്. ബുഖാരിയിലുള്ള ഭാഗം എന്താണ്? ഇബ്ലീസുമാർ എല്ലാ ഭാഗങ്ങളിലേക്കും വ്യാപകമായി, ശൈത്താന്മാർ അല്ലെങ്കിൽ ജിന്നുകൾ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വ്യാപകമായി. അതിൽ നിന്നിട്ട് തുഹാമയിലുള്ളതായ ജിന്നുകൾ, തുഹാമ എന്ന് പറയുന്ന നീണ്ടു നിൽക്കുന്ന, മക്ക മുതൽ യമന് വരെ നീണ്ടു നിൽക്കുന്നതായ തുഹാമ പർവ്വതമുണ്ട്. ആ പർവ്വതത്തിന്റെ പരിസരത്തിനൊക്കെ തുഹാമ എന്ന് പറയപ്പെടും. അങ്ങനെയുള്ള തുഹാമയിൽ നിന്നിട്ട് വന്നവര് തായിഫിലുള്ളതായ ഒരു നഖലത്തിലേക്ക് ചെന്നപ്പോൾ അവിടെ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഖാൽ സൂഖി എന്ന സൂഖിന്റെ പരിസരത്തിൽ അവിടെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പാരായണം ചെയ്യുകയായിരുന്നു. മക്കയിലേക്ക് എത്തി. അവരെ ഇവിടുന്ന് തീരുമാനിച്ചു, പ്രശ്നം ഇതാണ്. എന്ത്? പുതിയ മതം, പുതിയ അന്തരീക്ഷം, പുതിയ ആദർശം, പുതിയ അള്ളാന്റെ കലാമ് ഇത് ഇറങ്ങി എന്നത് കൊണ്ടാണ് നമുക്ക് എന്ത് സംഭവിച്ചത്? നമ്മുടെ സീറ്റ്സുകൾ നഷ്ടപ്പെടുത്തത്. ശുഭകൾ എന്ന് പറഞ്ഞാൽ അറിയില്ലേ? ശുഭ എന്ന് പറഞ്ഞാൽ എന്താണ്? തീ നാളം എറിയപ്പെടുകയാണ് വാനലോകത്തിൽ നിന്നിട്ട്. അവർക്ക് പോകാൻ പറ്റില്ല. ഇന്ന് വരെയുണ്ട്. നമുക്കിപ്പോ ഇരുട്ടത്തൊക്കെ നടന്നാലേ, വെളിച്ചമുള്ള സമയത്തൊക്കെ കാണൂല, ഇരുട്ടത്തൊക്കെ നടന്നാൽ ആകാശത്തിൽ നിന്നിട്ട് വീഴുന്ന കാണാം, എറിയപ്പെടുന്ന കാണാം അല്ലേ? പക്ഷെ ഭൂമിയിലേക്ക് എത്തുന്ന കാണൂല. എവിടേക്ക് എറിയപ്പെടുന്നത്? അത് പിശാചുകളിലേക്ക് എറിയപ്പെടുകയാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. നിഷേധിക്കാൻ പറ്റുകയില്ല. അതെ. അപ്പോൾ എന്ത് സംഭവിച്ചു? وإذ صرفنا إليك نفرا من الجن يستمعون القرآن فلما حضروه قالوا أنصتوا. കേട്ടോളി, നാം തയ്യാറില്ലാത്തൊരു കാര്യം, നാം തയ്യാറില്ലാത്ത ഒരു കാര്യം നാം ചെയ്യാറില്ല. പലരും, നിങ്ങളെ കുറിച്ചല്ല, പലരും ചെയ്യാറില്ല. എന്ത്? ഒരു വിഭാഗം ജിന്നുകള് ഖുർആൻ കേട്ട സന്ദർഭത്തെ കുറിച്ച് മുസ്ലിം ലോകമേ, മുഹമ്മദ് നബിയുടെ ഉമ്മത്തുകളെ പഠിക്കുക, ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക. അള്ളാഹ് പറയുന്നത് ശരിയാണ്. മനസ്സിലായി? ഇത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എങ്ങനെയാണ്? ഇത് എന്ന് പറഞ്ഞാൽ ഉദ്കുർ, ശ്രദ്ധിക്കണം, പഠിക്കണം, ചിന്തിക്കണം എന്നാണ് ഇത് എന്ന വാക്ക് ഖുർആൻ പറയുമ്പോൾ. മനസ്സിലായില്ലേ? എന്ത് പഠിക്കണം? ജിന്നുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പരിസരത്തിലേക്ക് ഖുർആൻ കേൾക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയ രംഗത്തെ, ആ ചുറ്റുപാടിനെ, ആ അന്തരീക്ഷത്തെ, ഖാലു, അവർ ഖുർആൻ കേട്ടപ്പോൾ പറയുകയുണ്ടായി, അൻസിതു, മൗനം ദീക്ഷിക്കുക. നാം മൗനം ദീക്ഷിക്കാറുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്. നാം പലപ്പോഴും വിറ്റാക്കാറില്ല. നാം ഖുർആൻ കേൾക്കുമ്പോൾ മൗനം ദീക്ഷിക്കാറുണ്ടോ? അൻസിതു, മൗനം ദീക്ഷിക്കുക.
ഫലമ്മാ ഖുദിയ, അവര് അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് ഖുർആൻ കേട്ട് കഴിഞ്ഞപ്പോൾ അവർ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന നമസ്കാരം സമാപിച്ചപ്പോൾ എന്നും വേണമെങ്കിൽ അർത്ഥം വെക്കാം. ഫലമ്മാ ഖുദിയ, അവര് ഖുർആൻ കേട്ട് കഴിഞ്ഞപ്പോൾ വല്ലൗ ഇലാ ഖൗമിഹിം മുൻദിരീൻ, അവരുടെ സമൂഹത്തിലേക്ക് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പോയി അവര് ഈ ബോധനം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി തുനിയുകയുമുണ്ടായി. കേട്ടപ്പോൾ പരിവർത്തനമുണ്ടായി. സഹബാക്കൾ കരഞ്ഞു എന്ന് കേട്ടപ്പോൾ പരിവർത്തനമുണ്ടാവണം. പരിവർത്തനമുണ്ടായാൽ പോരാ, ഇത് എൻ്റെ ഉമ്മ കേൾക്കണമല്ലോ, എൻ്റെ വാപ്പ കേൾക്കണമല്ലോ, ഇത് തൗഹീദല്ലേ, ഇത് ഏകദൈവ വിശ്വാസമല്ലേ, ഇത് വിശാലമായ സ്വർഗത്തിലേക്ക് പോകാനുള്ള റൂട്ടല്ലേ, ഇതെല്ലാവരും അറിയേണ്ടതല്ലേ എന്ന ബോധമുണ്ടാവലാണ് മുഖ്യം. അതാണ് യഥാർത്ഥ മോമിനീങ്ങളായ ജിന്നുകൾക്ക് സംഭവിച്ചതെന്ന് ഖുർആൻ പറയുന്നു. വല്ലൗ ഇലാ ഖൗമിഹിം മുൻദിരീൻ, ജനങ്ങളെ നരകത്തെ തൊട്ട് പേടിപ്പിച്ചുകൊണ്ട് വാണിംഗ് നൽകിയും കൊണ്ട് സ്വർഗ സന്തോഷവാർത്ത നൽകിയും കൊണ്ട് അവരുടെ സ്വന്തം ഖൗമിലേക്ക് അഥവാ ജിന്നുകളിലേക്ക് ഈ വാർത്തകൾ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി അവർ പിന്തിരിയുകയും ചെയ്തു. ഖുർആൻ അല്ലാഹുവിന്റെ കലാം. മനസ്സിലായില്ലേ? അപ്പോൾ നാമും അങ്ങനെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നാം ഇതുവരെ കേൾക്കാത്തത് കേൾക്കുകയാണെങ്കിൽ, കേട്ടത് കേൾക്കുകയാണെങ്കിൽ പ്രശ്നമില്ല. കേൾക്കട്ടെ, കേൾക്കാതിരിക്കട്ടെ. ഖുർആൻ കേട്ട് കഴിഞ്ഞാൽ, സുന്നത്ത് കേട്ട് കഴിഞ്ഞാൽ, ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ, ഏതെങ്കിലും വിജ്ഞാനം ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ആ വിജ്ഞാനം മറ്റുള്ളവർക്ക് എത്താത്തതായ വിജ്ഞാനമാണെങ്കിൽ, പ്രത്യേകം നിർബന്ധ ബാധ്യതകളാണെങ്കിൽ, പ്രത്യേകം വിശ്വാസപരമായ കാര്യങ്ങളാണെങ്കിൽ അത് അങ്ങനെ തന്നെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ബാധ്യത നമ്മുടെ കയ്യിലുണ്ട്. എഴുത്തിലൂടെ, മൊബൈലിലൂടെ, നെറ്റിലൂടെ എന്തെല്ലാം മാധ്യമങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, അതെല്ലാം ഉപയോഗിക്കേണ്ടതുമാണ്. എന്നിട്ട് അള്ളാഹിന്റെ അടുക്കൽ നമ്മുടെ ബാധ്യത നിർവഹിച്ചവരായിട്ട് മാറേണ്ടതാണ്. അത് ആ ഗൗരവത്തോടു കൂടി ജിന്നുകൾ മനസ്സിലാക്കിയതുപോലെ ഇൻസുകളെ, അവരെക്കാൾ കഴിവുള്ളവരെ നാമും മനസ്സിലാക്കണം. വിശദീകരണം അല്ലാഹു തന്നെ നൽകുന്നു. യാ ഖൗമന, ജിന്നുകൾ പറഞ്ഞു അവരുടെ സമൂഹത്തോട്, അവര് എന്താണ് ഞങ്ങളുടെ കട്ടുകേൾക്കുന്ന സമ്പ്രദായം നിന്നുപോയത്? ഞങ്ങൾക്കെന്തേ ആകാശങ്ങളിൽ വാനലോകത്തിലുള്ളതായ സീറ്റ്സുകൾ തകർന്നു പോയത്? ഞങ്ങൾക്കെന്തേ ഷുഹൂബുകൾ എറിയപ്പെടുന്നത്? എന്താണ് ഇതിന്റെ പിന്നിൽ കാരണമെന്നറിയാൻ വേണ്ടി വന്നവര് മക്കയിലേക്ക്, തുഹാമയിലേക്ക് എത്തിയവര് രക്ഷപ്പെട്ടു. ആ തുഹാമയിലേക്ക്, മക്കയിലേക്ക് എത്തിയവര് അവിടെ നിന്ന് അവർക്ക് കേൾക്കാൻ സാധിച്ചത് എന്തായിരുന്നു? സത്യ ഗ്രന്ഥം, ഖുർആനിന്റെ വചനം, ഖുർആനിന്റെ വിശദാംശങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ നാവിലൂടെ തന്നെ കേൾക്കാൻ സാധിച്ചു. എന്നിട്ട് അവർ പറഞ്ഞു, യാ ഖൗമന, ഞങ്ങളുടെ സമൂഹമേ, ഇന്നാ സമിഅനാ കിതാബൻ ഉൻസില മിൻ ബഅദി മൂസ. ശ്രദ്ധിക്കൂ, ജിന്നുകളുടെ വിവരങ്ങളൊക്കെ കണ്ടില്ലേ? ഇന്നാ സമിഅനാ കിതാബൻ, എന്റെ കൂടെ അല്ലേ നിങ്ങൾ? ഇന്നാ സമിഅനാ കിതാബൻ, ജിന്നുകളിലേക്ക് പോയി ഈ കേട്ട ജിന്നുകൾ പറഞ്ഞു എന്ത്? ഞങ്ങളിതാ ഒരു ഗ്രന്ഥത്തെ കേട്ടു. ഏത് ഗ്രന്ഥമാണ്? മക്കയിൽ റസൂൽ മുഹമ്മദിലേക്ക് ഇറങ്ങിയ ഗ്രന്ഥമാണ്. ഉൻസില, ആ ഇറങ്ങിയ ഗ്രന്ഥം മിൻ ബഅദി മൂസ, മൂസയ്ക്ക് ശേഷം ഇറങ്ങിയതായ ഗ്രന്ഥമാണ്. എന്താ ഈസാനെ പറയാത്തത്? ഈസാനെ പറയാത്ത എന്താ? അറിയില്ലേ? ഈസാ നബി അലൈഹി സ്വലാമിനെ പറയാത്തത് ജിന്നുകൾ ജൂതന്മാരായ ജിന്നുകളായിരുന്നു. ജിന്നുകൾ ക്രിസ്ത്യാനികളല്ല. ജിന്നുകൾ ആരല്ല? ക്രിസ്ത്യാനികളല്ല. അവര് ജൂതന്മാർ. ജൂതമതത്തെ അവർക്ക് പരിചയമുണ്ട്, ക്രിസ്ത്യ മതത്തെ അവർക്ക് പരിചയമില്ല. അതുകൊണ്ട് ആയിരിക്കാം മുഫസ്സിറുകൾ പറയുന്നത് മൂസയുടെ ശേഷം ഇറങ്ങിയത് എന്നത്. മനസ്സിലായില്ലേ? ഉൻസില മിൻ ബഅദി മൂസ മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി യഹ്ദി ഇലൽ ഹഖ് വഇലാ തരീഖിൻ മുസ്തഖീം. ഈ ഗ്രന്ഥത്തിന്റെ പ്രത്യേകത മുമ്പുള്ള ഗ്രന്ഥങ്ങളെല്ലാം സ്ഥിരീകരിക്കുന്ന ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വെച്ചിട്ട്, മദീനയുള്ള സ്വർഗ്ഗത്തോപ്പിന്റെ പരിസരത്തിൽ വെച്ചിട്ട്, ബുഖാരിയിലുള്ള 6-7 ഹദീസ് നമ്പർ പരിശോധിച്ചാൽ കാണാം റസൂൽ അയച്ചതായ എഴുത്ത്. ആ എഴുത്തിൽ റോമൻ ചക്രവർത്തിക്ക് അയച്ചതാണ്. അതുപോലെ തന്നെ ആ കാലഘട്ടങ്ങളിൽ ഹിജ്റ 6-7 എന്നീ വർഷങ്ങളിൽ എഴുത്തുകൾ അയച്ചിരുന്നു. അത് ബഹ്റൈൻ രാജാവിന് അയച്ചിരുന്നു. ബഹ്റൈൻ, ഇന്നത്തെ ബഹ്റൈൻ അല്ല, അൽ അഹ്സാ ഭാഗം മുഴുവൻ ബഹ്റൈനാണ്. അന്നത്തെ ബഹ്റൈൻ രാജകീയത്വമുള്ള ഭാഗത്തിലേക്ക് അയച്ചിരുന്നു. അതുപോലെ തന്നെ ഈജിപ്റ്റ് മുഖോക്കസിലേക്ക് അയച്ചിരുന്നു.
അതുപോലെ തന്നെ നജാശി രാജാവിലേക്ക് അയച്ചിരുന്നു, അതുപോലെ തന്നെ യമനിലേക്ക് അയച്ചിരുന്നു. എല്ലാ അന്നുള്ളതായ പ്രഗത്ഭരായ അറിയപ്പെടുന്നതായ നേതൃത്വങ്ങളിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 6-7 വർഷങ്ങളിലൂടെ മദീനയിൽ നിന്നിട്ട് എഴുത്താക്കുകയുണ്ടായി. എല്ലാ എഴുത്തിന്റെയും ഏകദേശം ശൈലി ഒന്ന് തന്നെയാണ്. അതിൽ നിന്നിട്ട് ഇപ്പോൾ ലോകത്ത് സൂക്ഷിച്ചു വെക്കുന്നതായ ശൈലി, ആ എഴുത്ത് അത് മുഖൗഖിസിന് അയച്ചതായ എഴുത്തായിട്ട് തന്നെ ശേഷിക്കുന്നുണ്ട്. ഇന്ന് വരെ ഞങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നുണ്ട് എന്ന് ഈജിപ്തുകാർ വാദിക്കുന്നു. ഈജിപ്തിലുള്ള മുഖൗഖിസിന് വേണ്ടി അയച്ചതായ എഴുത്ത് ഇസ്കന്ദരിയ എന്ന നാട്ടിലുള്ള ബുക്ക് സ്റ്റാളിൽ ഇന്ന് വരെ സൂക്ഷിച്ചു വെക്കപ്പെടുന്നുണ്ട് എന്നതാണ് അന്ന് അയച്ചതായ എഴുത്ത്. നമുക്ക് അത് ആവശ്യമില്ല, അത് ചിലപ്പോൾ ആവാതിരിക്കാം. പക്ഷെ നമുക്ക് നമ്മുടെ മുമ്പിൽ എന്തുണ്ട്? ബുഖാരിയിൽ ഹദീസുണ്ട്. എന്ത്? റസൂൽ അയച്ചതായ എഴുത്തിന്റെ കോപ്പി. ഞാൻ പറഞ്ഞതായ 6-ാം നമ്പർ 7-ാം നമ്പർ ഹദീസിൽ ബുഖാരിയുടെ തുടക്കത്തിൽ തന്നെ അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുത്തിൽ പറയുന്നു, എന്ത്? യാ അഹ്ലൽ കിതാബി തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും അല്ലാ നഅബുദ ഇല്ലല്ലാഹ്. ഗ്രന്ഥത്തിന്റെ ഉടമകളായ ജൂത ക്രിസ്ത്യാനികളെ, നിങ്ങൾ വരൂ ഒരു ഗ്രന്ഥത്തിലേക്ക്, ഒരു തത്വത്തിലേക്ക്. എന്ത് തത്വമാണ്? നാമും നിങ്ങളും യോജിക്കുന്ന തത്വമാണ്. അതേതാണ്? അള്ളാഹുവിനെ അല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല, അള്ളാഹുവിനോടല്ലാതെ ആരാധന പാടില്ല എന്ന തത്വമാണ്. അല്ലാ നഅബുദ ഇല്ലല്ലാഹ് വലാ നുശ്രിക ബിഹി ശൈഅൻ. ആരെയും റബ്ബിന്റെ കൂടെ തുല്യപ്പെടുത്താൻ പാടുള്ളതല്ല, ശിർക്ക് ചേർക്കാൻ പാടുള്ളതല്ല. ശിർക്ക് എന്ന് പറഞ്ഞാൽ ശരിക്ക എന്ന് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു അറബ് ഭാഷത്തിൽ വന്ന ശേഷം. ശരിക്ക എന്ന് പറഞ്ഞാൽ കമ്പനിയാക്കാം എന്നുള്ളതാണ്. കമ്പനിയാക്കാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനും അള്ളാഹു അല്ലാത്തവർക്കും, അള്ളാഹുവിന് നേർച്ച അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച, അള്ളാഹുവിനോട് പ്രാർത്ഥന അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥന, അള്ളാഹുവിന് ആരാധന അള്ളാഹു അല്ലാത്തവർക്ക് ആരാധന, അങ്ങനെ അള്ളാഹുവിനെ മറ്റുള്ളവരോട് കൂട്ടിച്ചേർക്കാതാണ് ശരിക്ക, ശിർക്ക് എന്നൊക്കെ പറഞ്ഞാൽ. മനസ്സിലായില്ലേ? അല്ലാ നുശ്രിക ബിഹി ശൈഅൻ വലാ യത്തഖിദന ബഅദുനാ ബഅദൻ അർബാബൻ മിൻ ദൂനില്ലാഹ്. നാം പരസ്പരം ജൂത ക്രിസ്തീയ നേതാക്കളെ അവരെന്ത് ചെയ്തിരുന്നു? അവർ ദൈവമാക്കിയിരുന്നു, അവർ പരസ്പരം ആരാധിക്കപ്പെടുന്ന വ്യക്തിയാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഭൂമി ലോകത്ത് ജീവിക്കുന്നവരിൽ ഏറ്റവും വലിയ വിഭാഗമാണെന്ന് പറയുന്നവരാണ്, 2500ഓളം മില്യൺ ജനങ്ങളുണ്ടെന്ന് പറയുന്നവരാണ് ക്രിസ്ത്യാനികൾ. അവരിൽ എല്ലാവരും വേണമെങ്കിൽ മുഴുവനുമെന്ന് തന്നെ പറയാം അള്ളാഹു അല്ലാത്ത ഈസ നബി അലൈഹി ഇസ്ലാം ആകുന്ന കാഷിക്കുന്ന മൂത്രിക്കുന്ന മനുഷ്യന്മാരെ പൂജിക്കുന്ന മനുഷ്യന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന വിഭാഗമായിരുന്നു. ആ തത്വം നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്നതാണ് മഹാനായ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു ഖുർആനിലൂടെ അറിയിച്ചത്. ആ അറിയിച്ച ആയത്താണ് എവിടെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റോമൻ ചക്രവർത്തിയിലേക്ക് അയച്ചത്, അതുപോലെ മറ്റു ചക്രവർത്തിമാർക്ക് അയച്ചത്. ഈ എഴുത്തിന്റെ തുടക്കം എന്താണ്? അസ്ലിം തസ്ലം. നീ മുസ്ലിം ആവുക എന്നാ നിനക്ക് രക്ഷയുണ്ട്. ഡബിൾ പ്രതിഫലം നിനക്ക് ലഭിക്കും. നീ നന്നായ പ്രതിഫലവും നിന്നിലൂടെ ആര് നന്നാവുന്നുവോ നിന്റെ പ്രജകളുടെ പ്രതിഫലവും നിനക്ക് ലഭിക്കും. നീ എന്റെ വാക്ക് പാലിച്ചിട്ടില്ലെങ്കിൽ നീ മഹാപകടത്തിൽപ്പെടും. എന്താണ് സംഭവിക്കുക? നിന്റെ സമൂഹത്തിന്റെ, നിന്റെ കൂട്ടുകാരുടെ, നിന്റെ പ്രജകളുടെ എല്ലാവരുടെയും കുറ്റം നീ പേറേണ്ടി വരും പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്ന് ഹിറക്കൽ ചക്രവർത്തിയോട് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചതായ എഴുത്തിൽ അയച്ചിരുന്നു. പറഞ്ഞു വരുന്നത്, ഈ ജൂതന്മാര്, ഈ ക്രിസ്ത്യാനികളുടെ വിവരം റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് വന്ന ജൂതന്മാർക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവര് റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് വന്ന ജിന്നുകൾക്ക് ഉണ്ടായിരുന്നില്ല. കാരണം അവര് ജൂതന്മാരായ ജിന്നുകളായിരുന്നു എന്നാണ് മുഫസ്സിറുകൾ പറയുന്നത്. കണ്ടില്ലേ കേൾവിയുടെ പരിവർത്തനം? കേൾവി കേൾക്കേണ്ടതുപോലെ കേട്ടാൽ അല്ലേ? നാം കേൾക്കേണ്ടതുപോലെ കേൾക്കണം. അതാണ് നമ്മിൽ നിന്നിട്ട് വീഴ്ച വന്നവരിൽ നിന്നിട്ട് വീഴ്ചയായിട്ട് നാം കാണുന്നത്. പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഖാലൂ ലൗ കുന്നാ നസ്മഉ ഔ നാഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ. നരകത്തിൽ വെന്തുരുക്കുന്ന വേളയിൽ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ ഓർമ്മ വരുന്നു കേരളത്തിൽ വെച്ചിട്ട് കേട്ട പ്രസംഗം, അപ്പോൾ ഓർമ്മ വരുന്നു തൗഹീദ് പറഞ്ഞതായ ആൾക്കാരുടെ പ്രസംഗങ്ങൾ, അപ്പോൾ ഓർമ്മ വരുന്നു സത്യം പറഞ്ഞവരുടെ പ്രസംഗങ്ങളും സത്യം പ്രചരിപ്പിച്ചവരുടെ പുസ്തകങ്ങളും. അപ്പോഴാണ്, ഉദാഹരണമാണ്, മനസ്സിലായില്ലേ? അപ്പോഴാണ് നരകത്തിൽ വെന്തുരുകുന്ന വേളയിൽ പറയുന്നത് ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു. നാം കേൾക്കുന്നത് പോലെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അതിനെ പിൻപറ്റുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ. ഈ നരകത്തിൽ ഉരുകേണ്ട ഗതികേട് നമുക്ക് വരികയില്ലായിരുന്നേനെ.
ഫഅതറഫു ബിദംബിഹിം, അപ്പോഴാണ് അവരവരുടെ കുറ്റം അവർ സമ്മതിക്കുന്നത്. ഫസ്ഹഖൽ ലിഅസ്ഹാബിസ് സഈർ, നാശം നാശം, ബുഅദൻ ബുഅദൻ, മഹാ അപകടം, മഹാ അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്നിട്ട് ദൂരപ്പെടുന്നതായ ആ മഹാഗതികേട് ആർക്ക്? ലിഅസ്ഹാബിസ് സഈർ, നരകവാസികൾക്ക്. ആ സന്ദർഭത്തിൽ പറയുന്ന പദത്തിൽപ്പെട്ടതാണ് കാതുണ്ടായി ഫലമുണ്ടായില്ലല്ലോ. സഹോദര സഹോദരിമാരെ, ഈ വിശുദ്ധ മദീനയിൽ നിങ്ങൾ താമസിക്കുന്ന കാലയളവിൽ നിങ്ങൾ ഉദ്ദേശിച്ചത് ഇവിടെ ഉണ്ടാകുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കണമെന്നത് മാത്രമാണെങ്കിലും അതോടൊപ്പം നിങ്ങളുടെ യാത്രയിൽ എന്തുണ്ട്? മദീന സന്ദർശനവും കൂടിയുണ്ട്. മുമ്പ് മദീനയിൽ സന്ദർശിച്ചവർ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കാം. എന്നാലും എത്ര തന്നെ സന്ദർശിച്ചാൽ നമ്മിൽ നിന്നിട്ടൊരു വ്യക്തി ഒരു സലഫ് സാലിഹയുടെ കാലഘട്ടത്തിൽ ജീവിച്ച രൂപത്തിലേക്ക് എത്താൻ നമ്മളെ കൊണ്ട് സാധിക്കുകയില്ല. എന്നാൽ അതിനെക്കുറിച്ച് പഠിക്കണം, അതിനെക്കുറിച്ച് മനസ്സിലാക്കണം. അവരിവിടെ എന്താണ് കാട്ടിയത്? അവർക്ക് ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ജീവിക്കുകയും അവർക്ക് വിഷമിക്കാൻ സാധിക്കാത്ത രൂപത്തിൽ ജീവിക്കുകയും വീടുള്ള ആൾക്ക് തന്നെ വിഷമിക്കാൻ സാധിക്കാത്ത റസൂലുള്ളാഹിനെ കുറിച്ച് നിങ്ങൾ കേട്ടില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം? ഇന്നലെ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞു 9 കുടിലുകൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു ഇവിടെ 9 കുടിലുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് മദീനയിൽ ഉണ്ടായിരുന്നു. 9 കുടിലുകളെ കുറിച്ച് അള്ളാഹ് പറഞ്ഞ ശൈലി ഹുജുറാത്ത് എന്നാണ്. ഹുജുറാത്ത്, ഈ ഹുജുറാത്തിന്റെ സ്ഥിതി എന്താണ്? നീ നേർക്ക് നേരെ തല പൊക്കിയാ തല മച്ചിലേക്ക് തട്ടും, അത്രേ വീതിയുള്ളൂ. അതുപോലെ തന്നെ മഴ പെയ്താൽ മഴ മുഴുവനും അകത്തേക്കും, മഴ പെയ്താൽ മഴ മുഴുവനും അകത്തേക്കും. അതുകൊണ്ട് തന്നെ എത്രയോ സഹാബാക്കൾ പറയാറുണ്ട് പല ഹദീസുകളിലൂടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയും അങ്ങനെ തന്നെ, വീടും അങ്ങനെ തന്നെ. പള്ളിയിൽ ഞങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി വന്നാൽ മഴ വർഷിച്ചാൽ ഞങ്ങളുടെ തല എവിടേക്കാണ്? തീനിലേക്കാണ് തട്ടുക. തീൻ എന്താണ്? ചളിമണ്ണിലേക്ക് തല വെച്ചിട്ട് അങ്ങനെ സുജൂദ് ചെയ്യാറുള്ളത്, മനസ്സിലായില്ലേ? ചോരുന്ന, ശരിക്ക് ചോരാത്ത ഭദ്രതയുള്ള ഒരു പള്ളി നബിയുടെ കാലഘട്ടത്തിൽ അന്ന് മദീനയിൽ കെട്ടപ്പെട്ടിട്ടില്ല. ശരിക്ക് മദീനയിലുള്ള പള്ളിയുടെ സ്ഥിതി അങ്ങനെയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ തയ്യാറായ ഒരു ഖുർആന്റെ കോപ്പിയില്ല, തയ്യാറായ ഒരു പള്ളിയുമില്ല. ഇന്നത്തെ കോലത്തിലുള്ള പള്ളി എന്നർത്ഥം, മനസ്സിലായില്ലേ? അതേസമയത്ത് റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു പള്ളികൾ. അത് ഈത്തപ്പനയുടെ ഓല കൊണ്ട് മേഞ്ഞ പള്ളികളായിരുന്നു. ആദ്യമായിട്ട് ഭദ്രതയുള്ള പള്ളിയായി കെട്ടിയത് മഹാനായ ആരാണ്? മദീനത്തെ പള്ളി, മക്കത്തെ പള്ളി, മദീനത്തെ പള്ളി ആരാണ്? ഒച്ചത്തിൽ പറയും. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിലാണ്. അദ്ദേഹം കോടീശ്വരനായിരുന്നു. ഖുലഫാകളിൽ അദ്ദേഹത്തിന്റെ കാശ് ചെലവഴിച്ച് അതിന്റെ പരിസരത്തുള്ളവർക്ക്, ഇപ്പോൾ അബ്ദുള്ള രാജാവ് പ്രഖ്യാപിച്ചതുപോലെ ഇവിടെ ഓരോ കാലഘട്ടത്തിലും മദീനത്തെ പള്ളി വികസനം നടക്കുമ്പോൾ എന്ത് വേണ്ടി വരുന്നു? ഇന്നൊക്കെ 100 മിലിയാർ റിയാലാണ് ഇത് ഏകദേശം ചെലവ് വരിക. എന്തിന്? ആ സ്ഥലത്തിന്റെ ഉടമകൾക്ക് കാശ് കൊടുക്കാൻ. 100 മിലിയർ എത്രയല്ലേ? ഇപ്പോൾ ഹറമിന്റെ വികസനം നടത്താൻ ഇതിനെയും വികസിപ്പിക്കാൻ അബ്ദുള്ള രാജാവ് തീരുമാനിച്ചിട്ടുണ്ട്. അള്ളാഹു മുസ്ലിങ്ങൾക്ക് എന്തെല്ലാം നന്മകളുണ്ട് അതെല്ലാം ചെയ്യാൻ ഈ നേതാക്കൾക്ക് തൗഫീഖ് നൽകട്ടെ, അതിന് തക്കതായ പ്രതിഫലം നൽകട്ടെ, അങ്ങനെയുള്ളവരെ വർദ്ധിപ്പിക്കട്ടെ. ഖിയാമത്ത് നാൾ വരെ തൗഹീദിനെ സ്ഥാപിച്ചുകൊണ്ട് ഈ മതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതായ, ഈ നാടുകളെ ഭരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതായ ത്രാണവും കഴിവും കൽപ്പും അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകട്ടെ. അതിനോട് സഹകരിച്ച് ജീവിക്കാൻ മുസ്ലിം ലോകത്തിനും തൗഫീഖ് നൽകട്ടെ. പറഞ്ഞു വരുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ ഉണ്ടായ മദീനത്തെ പള്ളിയുടെ കോലമാണ്, മദീനത്തുള്ള റസൂലുള്ളാഹിന്റെ വീട്ടിന്റെ കോലമാണ് ഈ കേട്ടത്. അത്രയും പ്രയാസപ്പെട്ട രൂപത്തിൽ ജീവിച്ച വീട്ടിൽ തന്നെ ഉറങ്ങാൻ സൗകര്യമില്ല. കഥയാണല്ലോ എന്ന് പറയാറുണ്ട്. പക്ഷേ പരിശോധിച്ചാൽ ഇബ്നു അസാഖിർ പരിശോധിച്ചാൽ താരീഖാണ്, അതുപോലെ തന്നെ ഇബ്നു ജരീർ തബരി പരിശോധിച്ചാൽ, ഇബ്നു കസീർ പരിശോധിച്ചാൽ, ഏത് ചരിത്ര ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ അവിടെയെല്ലാം കാണും റുസ്തുമിന്റെ വരവേൽപ്പ് മദീനയിലേക്ക്. പല നമ്മുടെ മുമ്പിലുള്ള എന്നെക്കാളും വാചാലതയിൽ പ്രസംഗിക്കുന്ന പ്രാസംഗികന്മാരൊക്കെ ഇവിടെ ഉണ്ടാവാം. അവരൊക്കെ പ്രസംഗിച്ച് കാണാം എന്ത്? റുസ്തും വന്നു മദീനയിലേക്ക്, ചക്രവർത്തിയുടെ പ്രതിനിധി അല്ലെങ്കിൽ ചക്രവർത്തി തന്നെ. എന്നിട്ടോ ഉമറിനെ പരിശോധിച്ചു എന്ന് കേട്ടിട്ടില്ലേ? ഉമറിനെ പരിശോധിച്ചു. ഉമർ എന്ന് പറഞ്ഞാൽ അവരുടെ കൊട്ടാരം കിടുകിട വർക്കാണ് ഉമറിന്റെ പേര് കേൾക്കുമ്പോൾ. പലപ്പോഴും ഉമർ പുറപ്പെട്ടു എന്ന് കിംബദന്തി വന്നാലേ, ഉമർ പുറപ്പെട്ടിട്ടില്ല, പുറപ്പെട്ടു എന്ന് കിംബദന്തി വന്നാൽ, ഒരു കള്ളപ്രചരണം വന്നാൽ ഗർഭിണികൾ പ്രസവിച്ചു പോകുന്നതാണ് പേടിച്ചിട്ട്, മനസ്സിലായില്ലേ?
അങ്ങനെയൊക്കെയാണ്. ഈ ഉമർ എവിടെ, ആര് എന്ന് ഇത് അന്വേഷിക്കാൻ വേണ്ടി വന്നു എന്നാണ് കഥ. മനസ്സിലായില്ലേ? ഈ കഥ എല്ലാ ചരിത്ര ഗ്രന്ഥങ്ങളിലും കയറി കൂടിയിട്ടുണ്ട്. യാഥാർത്ഥ്യമായിരിക്കാം, അല്ലെങ്കിൽ പറയൂലല്ലോ. നമ്മുടെ നേതാക്കൾ ഇത് കുറിച്ചു പോയതായ ഭാഗമാണ് നമ്മുടെ നേതാവായ ഖലീഫ അല്ലെങ്കിൽ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹിസ്റ്ററി. പക്ഷേ വേറെ ചില സ്ഥലത്ത് എനിക്ക് വായിക്കാൻ സാധിച്ചു, എന്ത് അദ്ദേഹത്തിനോട് ചോദിക്കപ്പെട്ടു പോലോ, എന്ത് നിങ്ങൾക്കൊരു ബെഡ്റൂം ഉണ്ടാക്കിക്കൂടെ, നിങ്ങൾ ഖലീഫയല്ലേ, ഒരു ബെഡ്റൂം ഉണ്ടായിക്കൂടെ, അവിടെ ഇവിടെയും ഇരുന്ന് ഉറങ്ങുന്നത് എന്തിനാണ്? അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞതായിട്ട് ചരിത്രത്തിൽ വായിക്കാൻ സാധിച്ചു, ഞാൻ പകലുറങ്ങിയാൽ എന്റെ പ്രജകളുടെ കാര്യത്തിൽ ഞാൻ അശ്രദ്ധനാകും, ഞാൻ രാത്രി ഉറങ്ങിയാൽ അള്ളാഹുവിന്റെ ബാധ്യത നിർവഹിക്കാൻ എന്നെ കൊണ്ട് സാധിക്കാതെ വരികയും ചെയ്യും. ഇവിടെ പിന്നെ ചോദിക്കും, എന്താ ഉപരി ഉറങ്ങലില്ലേ? കാരണം നമ്മൾ ചിന്തിക്കുന്നതൊക്കെ പള്ള കൊണ്ടും കണ്ണുകൊണ്ടൊക്കെ അല്ലേ, എന്നല്ലാതെ ബുദ്ധി കൊണ്ട് നമ്മൾ ചിന്തിക്കാറില്ല. നിങ്ങളെ കുറിച്ചല്ലട്ടാ, ഇന്ന് അങ്ങനെയാണ് ചിന്തിക്കുക. അതുകൊണ്ട് എന്തേ അദ്ദേഹം ഉറങ്ങാറില്ലേ? അദ്ദേഹം ഇരുന്ന് തിന്നാറില്ല, കിടന്നുറങ്ങാറില്ല എന്നാണ്. എന്ന് പറഞ്ഞാലോ, പറഞ്ഞ മനസ്സിലായോ? തിന്നാൻ വേണ്ടി ഇരുന്ന് കാക്കലില്ല, എപ്പോൾ വിശപ്പ് വരുന്ന അപ്പോൾ തിന്നു. ഉറങ്ങാൻ വേണ്ടി കിടക്കലില്ല, എപ്പോൾ ഉറക്കം വരുന്ന അവിടെ ഇരിക്കുക. പള്ളിയിൽ വെച്ചിട്ട് ഉറക്കം വന്നാൽ അവിടെ ഇരുന്ന് തൂക്കുക. അങ്ങനെയാണ് മൂപ്പരുടെ ഉറക്കത്തിന്റെ ശൈലി എന്നാണ്. അതുകൊണ്ട് തന്നെ റുസ്തും കടന്നു വന്നു എന്നുള്ള ചരിത്രം ഉണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ ആ ചരിത്രത്തിൽ രാജാവാണ്, അല്ലെങ്കിൽ രാജാവിന്റെ പ്രതിനിധി. മൂപ്പര് വന്നിട്ട് സഹാബാക്കൾ ചോദിക്കുകയാണ്, എവിടെയാണ് നിങ്ങളുടെ നേതാവ്? പലരും അള്ളാഹു ഞങ്ങൾ അറിയില്ല, ചിലർ പറഞ്ഞു ചിലപ്പോൾ പള്ളിയുടെ ഏതൊക്കെ ഭാഗത്തിൽ ഉണ്ടാവുന്നു. എന്നിട്ടൊരു ഷുർബയുടെ എന്ന് പറഞ്ഞാൽ ഇത് കിണറും അതിൻ്റെ പരിസരത്തെ തോട്ടമൊക്കെ ഉണ്ടല്ലോ, ആ തോട്ടത്തിൻ്റെ ഒരു മൂലക്ക് മൂപ്പര് ഇരുന്ന് വൃക്ഷത്തിൽ സൈഡിൽ കിടന്നുറങ്ങാണ്. ഉറങ്ങുന്ന സമയത്ത് ആ മൂപ്പര് കാണുന്നത് ഇതാണോ ഉമർ? അപ്പോൾ അദ്ദേഹത്തിനെ നോക്കി പറയുകയാണ്, ആര്? റുസ്തും അദ്ദേഹത്തിനെ നോക്കി പറയുകയാണ്, എന്ത്? ഹകംത ഫഅദൽത ഫനിംത, നീ വിധിച്ചു, നീതിമാനായി വിധിച്ചു, അതുകൊണ്ട് നിനക്ക് ഉറങ്ങാൻ പറ്റി. ഞങ്ങൾ നീതിമാനായി വിധിക്കാറില്ല, ഞങ്ങൾ ഉറങ്ങലുമില്ല. അവർ കൊട്ടാരത്തിൽ ഉറങ്ങിയാലും ഉറക്കം വരില്ല, അവർ കൊട്ടാരത്തിൽ ഉറങ്ങിയാലും അവർക്ക് ഉറക്കമില്ല. ഇദ്ദേഹത്തിന് എവിടെ ഉറങ്ങിയാലും ഉറക്കമുണ്ട്. കാരണം ആരെയും പേടിയില്ല, കാരണം നീതിമാനായിട്ട് വിധിക്കുകയാണ്. മനസ്സിലായില്ലേ? പറഞ്ഞു വരുന്നത്, ഇങ്ങനെയുള്ള സ്വർണ്ണ ലിപികൾ കൊണ്ട് എഴുതപ്പെടേണ്ടതായ സുന്ദരമായ ആ സ്വർണ്ണ ലോകം, സ്വർണ്ണ അന്തരീക്ഷം അത് വിട്ടുകടന്നത് നിങ്ങൾ കാണുന്ന, നിങ്ങൾ ഇരിക്കുന്ന ഈ ഭൂമിയിലാണ്. ഈ ഭൂമിയിൽ അങ്ങനെയുള്ള ഒരു കാലഘട്ടം വിട്ടുകടന്നു എന്നത് പല സ്ഥലത്തും ഖുർആനിലൂടെ, പല സ്ഥലത്തും ഹദീസിലൂടെ സ്ഥിരീകരിക്കപ്പെട്ടതായ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ആ നാട്ടിൽ വന്നിട്ട് പോകുമ്പോൾ ആ നാടുമായുള്ള ബന്ധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി ഓരോരുത്തരും ബാധ്യസ്ഥരാണ് എന്ന ബോധം നമ്മളിൽ ഉടലെടുക്കണം. അത് ഇന്ന് രാത്രിയിൽ തന്നെ നിങ്ങൾ മദീനത്തെ പള്ളിയിൽ ഒന്ന് ചെടഞ്ഞിരുന്നു കൊണ്ട് കണ്ണുനീര് ധാരധാരയാക്കി ഒലിപ്പിച്ചുകൊണ്ട് അള്ളാ പറഞ്ഞതുപോലെ അവർ കേട്ടുകഴിഞ്ഞാൽ, ഖുർആനിനെ കേട്ടുകഴിഞ്ഞാൽ അവരുടെ കണ്ണുനീര് ധാരധാരയായി ഒലിക്കും. സഹോദരന്മാരെ, സഹോദരികളെ, നാം എവിടെയായിരുന്നു? കേൾവിയെ കുറിച്ച് പറയുകയാണ്. അള്ളാഹു ചോദിക്കുന്നു, أم تحسب أن أكثرهم يسمعون أو يعقلون إن هم إلا كالأنعام بل هم أضل سبيلا. أم تحسب أن أكثرهم, നിങ്ങൾ ധരിച്ചു പോയോ അവരിൽ നിന്നിട്ട് ബഹുഭൂരിഭാഗം കേൾക്കേണ്ടതുപോലെ കേൾക്കുന്നു, തെറ്റിദ്ധരിച്ചു പോയോ? യസ്മഊന ഔ യഅഖിലൂന, എന്നിട്ട് ബുദ്ധി ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്നാണോ? ചില ആൾക്കാരൊക്കെ ഇന്നത്തെ കാലഘട്ടമാണ് അന്നുള്ളതിനേക്കാളും കൂടുതൽ പറയാൻ ഉത്തമമായ കാലം. നിങ്ങളെക്കുറിച്ചല്ല ആരും പ്രയാസപ്പെടരുത്. റസൂലുള്ളാഹി പറയുന്നു, അന്നാസു കഇബ്ലിൻ മിഹ, 100 മനുഷ്യന്മാർ 100 ഒട്ടകത്തോട് അള്ളാഹുവിന്റെ ദൂതർ തുല്യപ്പെടുത്തുകയാണ് മനുഷ്യന്മാർ എന്ന് പറയുന്നത്. നിങ്ങൾ വിചാരിക്കും പോലെ ഈ കാണുന്ന ബഹുഭൂരിപക്ഷം ലോകത്തിന്റെ നാനാതുറകളിലും ഇന്ന് ഏറ്റവും വലിയ വിഭാഗം, ഏറ്റവും വലിയ ബുദ്ധിജീവികളെന്ന് കൊട്ടിഘോഷിക്കുന്ന വിഭാഗം, ഏറ്റവും വലിയ ശാസ്ത്രജ്ഞന്മാരാണെന്ന് കൊട്ടിഘോഷിക്കുന്ന വിഭാഗം, അവരാണ് ബഹുഭൂരിപക്ഷം. അങ്ങനെയുള്ളവരിലേക്ക് സൂചന നൽകിയും കൊണ്ട് റസൂൽ പറയുന്നു, അന്നാസു, മനുഷ്യന്മാർ 100 ഒട്ടകത്തെ പോലെയാണ്. ലാ തകാദു തജിദു ഫീഹാ റാഹില, അതിൽ ഒരു ഒട്ടകമെങ്കിലും യാത്ര ചെയ്യാൻ പറ്റുന്ന ഒട്ടകമുണ്ടാവുകയില്ല. 100 ആളൊരു സ്ഥലത്തുണ്ടെങ്കിൽ അതൊരു മനുഷ്യന്മാരെന്ന് പറയാൻ പറ്റുന്ന ഒരാളുണ്ടാകാൻ പ്രയാസാണ്. റസൂലുള്ളാഹിന്റെ ശൈലിയാണ്. നിങ്ങളെ കുറിച്ചല്ലട്ടാ, മുസ്ലിങ്ങളെ കുറിച്ചുമല്ല ഈ പറയുന്നത്. പിന്നെയോ, ഇന്ന് ജീവിക്കുന്ന കാനേഷ്മാരി മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം ജനങ്ങൾ, അവരുടെ സ്ഥിതി എന്താണ്? 100
100 പേര് നല്ല ടൈയൊക്കെ കെട്ടി കാണാം, ടീപ്പ് ടോപ്പിൽ കാണാം, നല്ല 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 തൻ്റെടൊക്കെ കാണാം. പക്ഷേ ഒന്നിനും കൊള്ളൂല. സംസാരിച്ചാൽ പിന്നെ ആള് ഒന്നിനും കൊള്ളാത്ത ആളായി മാറും. സംസാരിക്കാതിരിക്കലായിരിക്കും ചിലപ്പോൾ അങ്ങനെയുള്ള ആളുടെ. ഇമാം അബു ഹനീഫാന്റെ സദസ്സിലേക്ക് ഒരു വലിയ മനുഷ്യൻ ഭയങ്കര തലപ്പാവുമായി കടന്നു വന്നതാണ്. എന്നിട്ട് ചോദിച്ചു, അല്ല ഇമാമേ, എപ്പോഴാണ് ഒരാൾ നോമ്പ് മുറിക്കേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഇയാള് അബു ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ഇമാമിന്റെ തലപ്പാവൊക്കെ കണ്ടപ്പോൾ വലിയ ബുദ്ധിയൊക്കെ ഉള്ള വലിയ മഹാനും പണ്ഡിതനൊക്കെ ആയിരിക്കും എന്ന് മനസ്സിലാക്കിയിട്ട് കുറച്ച് പ്രയാസപ്പെട്ട് കാലൊക്കെ മടക്കി ഇരുന്നു എന്നാണ്. എന്നിട്ട് രണ്ടാമത്തെ ചോദ്യം മൂപ്പരുടേത്. ആദ്യത്തെ ചോദ്യം എന്താണ്? എപ്പോഴാണ് നോമ്പ് മുറിക്കേണ്ടത് എന്ന്. മറുപടി പറഞ്ഞു, സൂര്യൻ അസ്തമിച്ചാലാണെന്ന്. പിന്നെ ചോദിച്ചു, സൂര്യൻ അസ്തമിച്ചില്ലെങ്കിലോ? അപ്പോൾ അബൂ ഹനീഫക്ക് കാല് നീട്ടാനായി മൂപ്പര് പറഞ്ഞ് കാല് നീട്ടിയെന്നാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ചോദിക്കാൻ തന്നെ അറിയാത്ത മനുഷ്യനാണ് ഈ വന്നിട്ടുള്ളതെന്ന് അർത്ഥം. അതുപോലെയാണ് നാം ഈ കാണുന്ന ബഹുഭൂരിപക്ഷം അമേരിക്കക്കാർ, ചൈനക്കാർ, ബ്രിട്ടൻകാർ, ജപ്പാൻകാർ, ജമൻകാർ, എന്താണ് ഒന്നിനും കൊള്ളരുതാത്തവർ ബഹുഭൂരിപക്ഷം. എല്ലാവരെ കുറിച്ച് ഞാൻ പറയുന്നില്ല. നല്ലൊരു ശതമാനം അവരുടെ കൂട്ടത്തിലുണ്ട്. ആ കൂട്ടത്തിലുള്ളതിനെ കുറിച്ച് റസൂൽ പറഞ്ഞ ശരിയാണ്. മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ, ഇത് ഞാൻ കേൾപ്പിച്ച ഹദീസും എൻ്റെ ഓർമ്മയിൽ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നത് തന്നെയാണ്. എന്ത്? 999 പേര് നരകത്തിലും ഒരാൾ സ്വർഗത്തിലുമാണ്. 999 പേര് നരകത്തിലും ഒരാൾ സ്വർഗത്തിലും ആണ് ഈ ഉമ്മത്ത് മുഹമ്മദിൽ എന്നതാണ് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. ആ 999 ആരുണ്ട്? യജൂജും മൗജൂജും ഉണ്ട്. എന്നാലും നമുക്ക് സമാധാനമില്ല. പേടിക്കണം. നാം ഇന്ന് കാണുന്നത് അക്സറുന്നാസിലായാക്കലൂൻ, ബഹുഭൂരിപക്ഷം ചിന്തിക്കാത്തവരാണ്, ബഹുഭൂരിപക്ഷം ബുദ്ധി ഉപയോഗിക്കാത്തവരാണ് എന്ന ശൈലിയാണ് ഖുർആൻ സംസാരിക്കുന്നത്. അത് നമ്മുടെ ശ്രദ്ധയിൽ എന്നും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എപ്പോഴും നാം വിദഗ്ധത എന്ന് പറയുന്ന വ്യത്യസ്തരായി മാറുക എന്നത് നമ്മളിൽ ഉടലെടുക്കണം. സ്വഭാവത്തിൽ, പെരുമാറ്റത്തിൽ, സമീപനത്തിൽ, ഇടപാടുകളിൽ, എല്ലാ ഇനങ്ങളിലും. മക്ക കണ്ടാൾ, മദീന കണ്ടാൾ, മക്കയിൽ കറങ്ങിയാൾ, കാബം കറങ്ങിയാൾ, മസ്ജിദുൻ നബവിയിൽ നിസ്കരിച്ചാൽ, റസൂലുള്ളാഹിന്റെ വിശുദ്ധ മസ്ജിദ് ഖബറിന്റെ പരിസരത്തിൽ നിന്നുകൊണ്ട് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയാൻ ഭാഗ്യം കിട്ടിയ വ്യക്തി പിന്നെ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ എന്ത് കാട്ടണം? ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അവർ അന്ത്യവിഷമമുള്ള സ്ഥലത്ത് വെച്ചിട്ട് അവൻ അറിഞ്ഞിട്ടോ അറിയാതെയോ പുസ്തകത്തിൽ എഴുതിയതനുസരിച്ച് ഇമാമുകൾ പലരും എഴുതി പോയിട്ടുണ്ട് എന്ന പേരിൽ അവൻ വായിച്ചു. എന്ത്? അഷ്ഹദു, ഞാനും സാക്ഷി നിൽക്കുന്നു, അന്നക റസൂലേ ഖദ് ബല്ലഗ്ത റിസാല, നിങ്ങളുടെ റിസാലത്ത് നിങ്ങൾ കൃത്യമായി ഞങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. വഅദ്ദൈതൽ അമാന, സൂക്ഷിപ്പ് സ്വത്ത് ലോകത്തിലേക്ക് നിങ്ങൾ വീട്ടിയിട്ടുമുണ്ട്. വനസഹതൽ ഉമ്മ, ഉമ്മത്തുകൾക്ക് നന്നായി സതുപദേശം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പോയി നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ദുബൈയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വന്ന സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ റസൂല് കൊണ്ടുവന്നതായ ബാധ്യത എന്റെ തലപ്പത്താണെന്നാണ് മൂപ്പര് പറഞ്ഞത്. എന്നിട്ട് പോയിട്ട് അവൻ ഏറ്റെടുത്ത ബാധ്യത അവന്റെ സ്വന്തം ശരീരത്തിൽ വരെ നടപ്പാക്കാനുള്ള തന്റെ ഇടമില്ലാതെ ജീവിക്കുകയാണെങ്കിൽ എന്ത് ബന്ധമാണ് റസൂലോട് പറയാനുള്ളത്? അങ്ങനെ ഉള്ളവരെ കുറിച്ചായിരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരലോകത്തിൽ കൂറുമാറുമെന്ന് വാണിംഗ് നൽകിയത്. അല്ലാഹു നാം ആരെയും അയനത്തിൽ പെടുത്താതിരിക്കട്ടെ. ഇതേ അർത്ഥത്തെ കുറിക്കുന്ന വേറെയും ആയത്തുകൾ ഖുർആനിലുണ്ട്. അല്ലാഹു പറയുന്നില്ല, എല്ലാവർക്കും പരിചയമുള്ള ആയത്താവേണ്ടതാണ് ഇത്. മിനൽ ജിന്നി വൽ ഇൻസി ലഹും ഖുലൂബുൻ ലാ യസ്മഊന ബിഹാ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ ഉലൈക കൽ അൻആമി ബൽ ഹും അളൽ ഉലൈക ഹുമുൽ ഗാഫിലൂൻ. ജനങ്ങളിൽ നിന്നൊരു വിഭാഗത്തെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആരാണത്? ജിന്നുകളിൽ നിന്നിട്ടും മനുഷ്യന്മാരിൽ നിന്നിട്ടും നരകത്തിന് വേണ്ടി സെലക്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ പ്രത്യേകത എന്താണ്? അവർക്ക് ലഹും ഖുലൂബുൻ, അവർക്ക് ഹൃദയമുണ്ട്, ലാ യഫ്ഖഹൂന ബിഹാ, അവര് അതിലൂടെ ചിന്തിക്കേണ്ടതുപോലെ ചിന്തിക്കുന്നതല്ല. വലഹും ആദാനുൻ, അവർക്ക് കാതുണ്ട്, ലാ യസ്മഊന ബിഹാ, അവർ കേൾക്കേണ്ടത് കേൾക്കുന്നതല്ല. ഇവിടെ ഒരടി വരെ ഇട്ടെന്ന് മനസ്സിലാക്കുക. നാളെ പറയാൻ വിട്ടുപോയാൽ എൻ്റെ വിഷയത്തിൽ വരുന്നില്ല നാളെ. എന്ത്? ഈ കേൾക്കുക എന്ന് പറയുമ്പോൾ എന്തും കേൾക്കാനുള്ളതല്ല കേട്ടാ. മുസ്ലിം എന്തും കേൾക്കരുത്, മുസ്ലിം കേൾക്കേണ്ടത് കേൾക്കണം. അത് പ്രസംഗമാണെങ്കിലും അങ്ങനെ തന്നെ, വാദാണെങ്കിലും അങ്ങനെ തന്നെ, എന്താണെങ്കിലും കേൾക്കേണ്ടതല്ലാതെ കേൾക്കാൻ നിൽക്കരുത്. മനസ്സിലായില്ലേ? എന്തുകൊണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചതായ ശൈലിയിൽ പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മളോട് ചോദിക്കുന്നതായ കാര്യങ്ങളിലും
സൂറത്തുകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഇന്ന സമഅ നിങ്ങളുടെ കാത്, വൽ ബസറ നിങ്ങളുടെ കണ്ണ്, വൽ ഫുആദ നിങ്ങളുടെ ഹൃദയം, കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല അവകളെ കുറിച്ചെല്ലാം ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. ഖിഫൂഹും അവരവിടെ നിർത്തു, വിടരുത്. ഇന്നഹും മസ്ഊലൂൻ അവരോട് ചോദിക്കപ്പെടേണ്ടതുണ്ട് എന്ന് പറയുന്ന ഒരു രംഗം വരാൻ പോകുന്നുണ്ട്. നൂറേ നൂറിൽ നിങ്ങൾ എന്നെ കാണും പോലെ, ഞാൻ നിങ്ങളെ കാണും പോലെ, ഇന്നഹു ലഹഖുൻ മിസ്ല മാ അന്നകും തൻതിഖൂൻ നിങ്ങൾ സംസാരിക്കുക എന്നത് ഞാനിപ്പോൾ സംസാരിക്കുന്നു, നിങ്ങളിപ്പോൾ കേൾക്കുന്നു. ഇത് യാഥാർത്ഥ്യമാണോ അയാഥാർത്ഥ്യമാണോ? എല്ലാവർക്കും അറിയാം ഇത് യാഥാർത്ഥ്യമാണ്. ഇതുപോലെ ഒരു യാഥാർത്ഥ്യമാണ്, പച്ച പരമാർത്ഥമാണ്. എന്ത്? റബ്ബിന്റെ മുമ്പിൽ നിങ്ങൾ നിൽക്കും, ഞാനും നിൽക്കും. അവിടെ വെച്ച് ഈ ചോദ്യങ്ങൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. മാലാഖമാര് കവർ ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മെ വലയം ചെയ്യുന്നുണ്ടായിരിക്കും. ആർക്കും ഓടി രക്ഷപ്പെടാൻ സാധിക്കുക തന്നെ ഇല്ല. അങ്ങനെയുള്ള രംഗത്തിൽ നമ്മളോട് ചോദിക്കുന്ന ചോദ്യത്തിൽ എന്തുണ്ട്? എൻ്റെ ഇന്നത്തെ വിഷയമാകുന്ന കേൾവിയുണ്ട്. ആ കേൾവിയെ കുറിച്ചാണ് ഞാൻ ഈ ഓതി വെച്ചതായ ആയത്തിൽ അള്ളാഹ് പറയുന്നത്. അവർക്ക് കേൾവിയുണ്ട്, ആ കേൾവി കൊണ്ട് കേൾക്കേണ്ടതല്ല കേട്ടത്. മ്യൂസിക് കേൾക്കാൻ പറഞ്ഞു, ഹാർമോണിയം കേൾക്കാൻ പറഞ്ഞു, ഇല്ല. അപ്പോൾ കേൾക്കാൻ പാടില്ലാത്തതിന് ഒന്നിരിക്കലോ ഹൃദയത്തിൽ വെറുപ്പുണ്ടാവണം നമ്മുടെ അന്തരീക്ഷത്തിൽ അതുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് പൂട്ടണം നമ്മുടെ അന്തരീക്ഷത്തിൽ അതുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ യന്ത്രം വാങ്ങാതിരിക്കണം നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ, ഇതിലെല്ലാം നമുക്ക് പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മളോട് ചോദിക്കുന്ന കാര്യം ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പരമാർത്ഥമാണ്. അണുവിന്റെ എത്രയാണെങ്കിൽ ഖൈറൻ നന്മയാണെങ്കിൽ കാണുക തന്നെ ചെയ്യും. അണുവിന്റെ എത്രയാണെങ്കിൽ ഷർറൻ ദൂഷ്യം അതും കാണുക തന്നെ ചെയ്യുമെന്ന് ഖുർആൻ പറയുന്നതാണ്. അള്ളയല്ലേ അള്ളാഹു പറയുന്ന ആ വാക്ക് എത്ര സത്യമാണ്. അള്ളയെ പോലെ സത്യം പറയുന്ന ആൾ ആരുണ്ട്? അള്ളാഹ് പറഞ്ഞതല്ലേ സത്യം എന്ന് അള്ളാഹു ചോദിക്കുന്ന ആ റബ്ബാണ് പറയുന്നത്. ഇത് യാഥാർത്ഥ്യമാണ്, ഇത് യാഥാർത്ഥ്യമാണ്, സംഭവിക്കാൻ പോകുന്നതാണ്. ഇത് ഓർത്തുകൊണ്ടായിരിക്കണം ഇനി ഭാവിയിൽ നാം എന്തെങ്കിലും കേൾക്കാൻ തീരുമാനിച്ചാൽ കേൾക്കേണ്ടത്, കാണാൻ തീരുമാനിച്ചാൽ കാണേണ്ടത്, ചെയ്യാൻ തീരുമാനിച്ചാൽ ചെയ്യേണ്ടത്. കാരണം ഇവകളെ കുറിച്ചെല്ലാം ചോദിക്കപ്പെടുമെന്ന് പഠിച്ചു കഴിഞ്ഞാൽ അതിന് ഒരുങ്ങേണ്ട ആളാണ് മുസ്ലിം. ആ മുസ്ലിമിന്റെ പേരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥാനുസരണശീലർ എന്ന് വെച്ചത്. ആ പേരിനനുസരിച്ച് ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതുവരെ പറഞ്ഞതിനെ സൽക്കർമ്മമായി അള്ളാഹു നമ്മിൽ നിന്നിട്ട് സ്വീകരിക്കട്ടെ. നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നടക്കാൻ പോകുന്ന സമ്മേളനം അല്ലെങ്കിൽ ഒരുമിച്ച് കൂടൽ അത് എല്ലാ വകുപ്പിനും എല്ലാവർക്കും ഉള്ളതായ സമ്മേളനമാണ്. ആ സമ്മേളനത്തിൽ നമുക്ക് എല്ലാവരെയും പങ്കെടുപ്പിക്കുവാനും എല്ലാവരെയും സംഘടിപ്പിക്കുവാനും എന്നിട്ട് മൻഹജു സലഫ് വിശദീകരിക്കുവാനും എന്നിട്ട് ഇഹത്തിലും പരത്തിലും നേട്ടങ്ങൾ നേടിയെടുക്കാനുള്ള രൂപത്തിലുള്ളതായ ആ സമ്മേളനമാക്കി മാറ്റുവാനും അള്ളാഹു അത് വിജയിപ്പിക്കുവാനും എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ നൽകട്ടെ നൽകട്ടെ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കും ഈ പറയുന്നവർക്കും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ആത്മാർത്ഥം നൽകട്ടെ, ആത്മാർത്ഥം നൽകട്ടെ, ആത്മാർത്ഥം നൽകട്ടെ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين وانصرنا على القوم الكافرين. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. علمنا ما ينفعنا وانفعنا بما علمتنا رب زدنا علما والحقنا بالصالحين. نعوذ بك من علم لا ينفع وقلب لا يخشى ونفس لا تشبع وعين لا تدمع ودعاء لا يستجاب. نعوذ بك من زوال نعمتك وفجاءة نقمتك وتحول عافيتك وجميع سخطك. نسألك كل ما سألك به عبدك ونبيك محمد صلى الله عليه وسلم. ونسألك ونستعيذك من كل ما استعاذك منه عبدك ونبيك محمد صلى الله عليه وسلم. ونسألك الجنة وما قرب إليها من قول أو عمل ونعوذ بك من النار وما قرب إليها من قول أو عمل. പ്രശ്നങ്ങൾ പരിഹരിച്ച് രോഗമുള്ളവരുടെ രോഗം സുഖപ്പെടുത്തി ഉദ്ദേശങ്ങളൊക്കെ നിറവേറ്റി ഞങ്ങളുടെ സദ്ദ്യമങ്ങൾ വിജയിപ്പിച്ച് ഞങ്ങൾക്ക് സന്തോഷിക്കുവാനും വിട്ടുപിരിയാനും തൗഫീഖ് നൽകണേ രക്ഷിതാവേ, നൽകണേ രക്ഷിതാവേ. ഞങ്ങൾ നിന്നിട്ട് സന്താനമുള്ളവർക്കും ഇല്ലാത്തവർക്കും സാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകണേ രക്ഷിതാവേ. ഇണകളില്ലാത്തവർക്ക് ഇണകളെ നൽകണേ രക്ഷിതാവേ. മുസ്ലിങ്ങൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന കഷ്ടതകൾ നിന്നിട്ട് പ്രയാസങ്ങൾ നിന്നിട്ട് അവരവരുടെ രാഷ്ട്രങ്ങളിൽ അവരുടെ നേതൃത്വങ്ങളിലും നേതാക്കളിലുമെല്ലാം ഇസ്ലാമിലേക്ക്
ഖുർആനിലേക്ക്, സുന്നത്തിലേക്ക്, സത്യമതത്തിലേക്ക് മടങ്ങലിലൂടെ അവരുടെ നാട്ടിൽ വിജയം നേടാനുള്ളതായ തൗഫീഖ് നൽകണ രക്ഷിതാവേ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് വഅൻഇം അലാ അബ്ദിക വറസൂലിക മുഹമ്മദ് വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.